പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ വേദിയിലേക്ക് എത്തുമെന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇഷ്ടംപോലെ മത്സ്യം തന്ന് എപ്പോഴും നമ്മോട് സഹകരിക്കുന്ന പ്രിയപ്പെട്ട ഹുസൈൻ ലോറട്ടപ്പദവ് നമ്മുടെ സദസ്സിലുണ്ട്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് സിംസാറുൽ ഹഖ് ഹുദവി വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നു. ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك. اللهم لك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد سيد الهدى، سيدنا محمد سيد العرب والعجم، سيد الكونين والثقلين، سيدنا وحبيبنا ومعشوقنا محمد بن عبد الله صلوات ربي وسلامه عليه وعلى آله وأصحابه وعترته ومن والاه. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما أتاها نودي يا موسى إني أنا ربك فاخلع عليك إنك بالوادي المقدس طوى وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى فلا يصدنك عنها من لا يؤمن بها واتبع هواه فترضاه. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. മഹാനായ പയ്യക്കി ഉസ്താദിൻ്റെ പേരിൽ സ്ഥാപിതമായി അൻസ്വാരി ബിരുദം നൽകി സമൂഹത്തിന് ഒരു കൂട്ടം പണ്ഡിതരെ സമ്മാനിക്കുന്ന ഒരു മഹാപരിപാടിയാണിത്. അള്ളാഹു നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് കാരണക്കാരായ അതിൻ്റെ സ്മരണയ്ക്ക് നിദാനമായ രണ്ട് മഹത്തുക്കൾ ഉപ്പയും മോനും, അതോടൊപ്പം ഇവിടെ പ്രിൻസിപ്പലായി ജോലി ചെയ്ത് വഫാത്തായി പോയ മാണിയൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അടക്കമുള്ള സ്ഥാപനത്തിൻ്റെ സഹായികളും ഗുണകാംക്ഷികളുമായി മരണപ്പെട്ടു പോയവർ, അല്ലാഹു അവരുടെയൊക്കെ ഖബറിലേക്ക്
ഈ മജ്ലിസിൻ്റെ നൂറും പ്രകാശവും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. സ്ഥാപനത്തെ സഹായിക്കുകയും വളർത്തിയെടുക്കുകയും. ഇവിടുത്തെ കെട്ടിടത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു, മസ്ജിദിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നു, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം വേണം, താമസ സൗകര്യങ്ങൾ വേണം. ഇതൊക്കെ ഒരു ഗവൺമെൻറ് നടത്തുന്ന സംവിധാനമല്ല, ഇതൊക്കെ ജനങ്ങളുടെ സ്വതക്കകളാണ്. അതൊക്കെ ആരുടെയൊക്കെ നാണയത്തൊട്ടുകളാണോ അള്ളാഹുവിനതറിയാം. അള്ളാഹു അവരുടെ മീസാനിൽ വലിയ കനം തൂങ്ങുന്ന അമലായി അള്ളാഹു അത് മാറ്റിക്കൊടുക്കട്ടെ. കേരളീയ മുസ്ലിമീങ്ങൾ അവരുടെ ഐഡന്റിറ്റി പറയുന്നത് പണ്ഡിതന്മാരോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഞാൻ സമസ്തയുടെ പ്രവർത്തകനാണ്, അല്ല ഞാൻ SKSF-ന്റെ പ്രവർത്തകനാണ്. ഇങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട് ഉലമാഇനോട് പണ്ഡിതന്മാരോട് ചേർത്ത് വെച്ചുകൊണ്ട് ഐഡന്റിറ്റി പറയുന്ന ഒരു സമൂഹം കേരളീയ മുസ്ലിമീങ്ങളായിരിക്കും. ഇനി അതല്ല വേറെ വല്ല സംഘടനയാണെങ്കിൽ അവർ അതിൻ്റെ പേര് പറയും. ഞാൻ ഇന്ന സംഘടനയുടെ അനുഭാവിയാണ്. ഒരു സാംസ്കാരിക സംഘടന എന്നതല്ല, വൈജ്ഞാനികമായും ആധ്യാത്മികമായും വെളിച്ചം നൽകുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ നെഞ്ചിനോട് ചേർത്ത് വെച്ചൊരു സമൂഹമാണ് കേരളീയ മുസ്ലിമീങ്ങൾ. 1000-ഓളം അതിലേറെ ദീനീ സ്ഥാപനങ്ങൾ മദ്രസകളായും അല്ലാതെയും കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യമോ ഒരു വിദേശ ഫണ്ടോ ഇതൊന്നും അല്ലല്ലോ, സാധാരണക്കാരായ ആളുകളുടെ സംഭാവനകളാണ്. അള്ളാഹു അവൻ്റെ ദീനിനെ നിലനിർത്തും. വലൗ കരിഹൽ കാഫിറൂൻ വലൗ കരിഹൽ മുശ്രികൂൻ. അള്ളാഹുവിൻ്റെ പ്രകാശത്തെ അള്ളാഹു പരിപൂർണമാക്കും, അത് ആർക്കിഷ്ടമായില്ലെങ്കിലും എന്ന് പറഞ്ഞ റബ്ബിൻ്റെ വഅദ്, അള്ളാഹുവിൻ്റെ കരാറ് റബ്ബ് പൂർത്തിയാക്കുന്നത് അള്ളാഹു തെരഞ്ഞെടുത്ത ചില ആളുകളുടെ കൈകളിലൂടെയാണ്. അതുകൊണ്ട് മുതഅല്ലിമീങ്ങൾ, പണ്ഡിതന്മാർ, ദീനിൻ്റെ ഖാദിമീങ്ങൾ എല്ലാവരും ഈ സമൂഹത്തിലെ സാധാരണക്കാരോട്, ഉമറാക്കളോട് കടപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു നന്മ കാലാകാലങ്ങളിൽ അള്ളാഹു നിലനിർത്തി തരട്ടെ, ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. നമ്മുടെ വേദിയിലുള്ള സ്ഥാപനത്തിൻ്റെ നെടുന്തൂണുകളായ മഹാപണ്ഡിതന്മാർ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, സയ്യിദന്മാർ, സാദാത്യങ്ങൾ, രാഷ്ട്രീയ പ്രമുഖര്, മറ്റു ഉമറാക്കൾ, അള്ളാഹു അവരുടെയൊക്കെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും സലാമത്തും ഇഫ്ഫത്തും ഇസ്സത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവറുകൾ ആധികാരികമായി ഉദ്ഘാടനം ചെയ്ത് തങ്ങളുടെ കരങ്ങളാൽ ആ ഒരു സനദ് സ്വീകരിക്കുന്ന ഒരു സൗഭാഗ്യം, അത് കണ്ണ് കുളിർമ നൽകുന്ന വലിയ ഒരു മുഹൂർത്തമാണ്. നമ്മുടെ അൻസ്വാരികളെ സംബന്ധിച്ചിടത്തോളം അത് മറക്കാൻ കഴിയില്ല. 2000-ൽ ദാറുൽ ഹുദയിൽ നിന്ന് സനദ് വായിക്കുമ്പോൾ മഹാനായ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകളുടെ കരങ്ങളിൽ നിന്നാണ് അത് സ്വീകരിച്ചത് എന്ന് ഈ കോട്ടിട്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. കാരണം വളരെ നേരത്തെ ഇതിന് ഒരുങ്ങണം, കോട്ടിച്ചിരി ചൂടൊക്കെ ഉണ്ടാവും, എന്നാലും തലപ്പാവും ഈ കോട്ടും ഷാളും നമ്മുടെ കന്തൂറൊക്കെ ഇട്ട് ഇരിക്കുമ്പോഴേ അതൊക്കെ ഒരു വലിയ സന്തോഷ മുഹൂർത്തത്തിന് സാക്ഷിയാവാനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ക്ഷീണവും ചൂടൊന്നും അറിയില്ല എന്നതാണ്. ഇതൊരു വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു നിങ്ങളെ അവൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിന് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഒരു ഇഖ്തിയാർ, പടച്ചതമ്പുരാൻ്റെ ഒരു സെലക്ഷന് നമ്മൾ യോഗ്യരായിരിക്കുന്നു. ഇനി ആ പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് ഉയരാൻ കഴിയുന്നുണ്ടോ, എത്രത്തോളം സാധ്യമാകുന്നു എന്ന് മാത്രമാണ്. അള്ളാഹു ഇനിയും ഒരുപാട് പഠിക്കുകയും മഅൽ മഹ്ബറത്തി ഇലൽ മഖ്ബറ, അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പ്രായമായി കൈകാലുകളൊക്കെ വിറക്കുമ്പോൾ കയ്യിൽ ഒരു മഷിക്കുപ്പിയുമായി വരുമ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ ചോദിച്ചു മഹാനവറുകളോട്, അങ്ങ് എന്തിനാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു മഷിക്കുപ്പിയും കൊണ്ട് നടക്കുന്നത്? അങ്ങ് അൽ ആലിമുൽ അല്ലാമയല്ലേ, പണ്ഡിതന്മാരുടെ പണ്ഡിതനല്ലയോ, ഇമാമു അഹ്ലിസുന്ന വൽ ജമാഅ? അപ്പോൾ മഹാൻ പറഞ്ഞൊരു വാക്കിൻ്റെ മറുപടി അതായിരുന്നു, മഅൽ മഹ്ബറതി ഇലൽ മഖ്ബറ, മഷിക്കുപ്പിയുമായി ഖബറിലേക്ക്, മരണം വരെ പഠിക്കണം എന്നാണ് ഇതിൻ്റെ സാരം. ഒരറിയിപ്പ്, ബായാറിൽ നിന്നും വന്ന ബസ് ഒന്ന് മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നു.
അതോടൊപ്പം തന്നെ ഒരു വണ്ടി അതിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, അതൊന്നും മാറ്റി പാർക്ക് ചെയ്യണം. KL 13 AB 5260. ഇമാതത്തുൽ അദാ അനി ത്വരീഖി സ്വദഖ, വഴിയിലെ തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കുന്നത് ദാനമാണ്. ഏതായിരുന്നാലും ഈ പരിപാടിക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ കുഞ്ഞിക്കോയ തങ്ങളവറുകൾ, സയ്യിദ് ഉസ്സാദ, എനിക്ക് തോന്നുന്നു ഉത്തര മലബാറിൽ എന്ന് മാത്രമല്ല കേരളീയ മുസ്ലിമീങ്ങളിൽ ആധ്യാത്മിക ദാഹത്തിനെത്തുന്ന തിരുസദസ്സുകളിൽ, അത്തരം സ്ഥലങ്ങളിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നത് കുമ്പോൾ സാദാത്യങ്ങളുടെ, പ്രത്യേകിച്ച് സയ്യിദ് ഉമർ കുഞ്ഞിക്കോയ തങ്ങളുടെ സാന്നിധ്യമാണ്. ഒരുപാട് ഉമ്മത്തിനെ സംബന്ധിച്ചുള്ള എപ്പോഴും തങ്ങളുടെ സംസാരത്തിൻ്റെ ഒരു പ്രത്യേകത, 1 മണിക്കൂർ സമയം തങ്ങളുടെ അടുത്തായിരുന്നു. ഇപ്പോൾ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം തങ്ങൾ സംസാരിക്കുന്നത് ഒന്ന് വീട്ടുകാര്യങ്ങളും എൻ്റെ ജോലി കാര്യങ്ങൾ മറ്റു ദഅവത്തൊക്കെ ചോദിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തങ്ങളുടെ സംസാരം ഉമ്മത്തിൻ്റെ വിഷയങ്ങൾ മാത്രമാണ്. ഉമ്മത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു നേതാവ്, അത് നമ്മുടെ കാസർഗോഡ് ജില്ലയോ അല്ലെങ്കിൽ ഈ കർണാടകയുടെ പരിസരങ്ങളോ എന്ന് മാത്രമല്ല, സമസ്തകേരള ജമിയത്തുൽ ഉലമ അടക്കം ദീനിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സംഘടനകളെക്കുറിച്ചും തങ്ങളുടേതായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും, അത് കഴിഞ്ഞ് നമ്മുടെ നാടിനെക്കുറിച്ച്, ലോകരാജ്യങ്ങളെക്കുറിച്ച്, ലോക ചലനങ്ങളെക്കുറിച്ച്, പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഒരുപാട് സംഭവങ്ങൾ തങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. അള്ളാഹു മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അങ്ങനെ തങ്ങൾ പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു വലിയ മനസ്സിൻ്റെ ഇഷ്ടമാണ് പയ്യക്കി ഉസ്താദിൻ്റെ സ്ഥാപനത്തിലെ മക്കൾക്ക് ഒരു ആദരവസ്ത്രം നൽകണമെന്നത്. അതിവിടെ വെച്ച് നൽകി എന്നും തങ്ങൾ പറഞ്ഞിട്ടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളവറുകൾ തങ്ങളോട് എൻ്റെ കടപ്പാടും സ്നേഹവും അറിയിക്കാൻ വേണ്ടി ഒരു ഷാള് നിങ്ങളെന്നെ അണിയിക്കണം എന്ന് ഏൽപ്പിച്ചതായിരുന്നു ഇവിടെ നേരത്തെ നടന്ന ചടങ്ങ്. ഇങ്ങനെ ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് വ്യാകുലപ്പെടുന്ന ഒരു മനസ്സ്, പണ്ഡിതന്മാരുടെയൊക്കെ ഏറ്റവും വലിയ കൺസേൺ ഉമ്മത്തായിരിക്കണമെന്നാണ്. ഈ ഉമ്മത്തികൾക്ക് എന്ത് സംഭവിക്കുന്നു, ഇവരെ എങ്ങനെ നേർവഴിയിലേക്ക് എത്തിക്കാൻ കഴിയും, അങ്ങനെ ഈ സമൂഹത്തെ സംബന്ധിച്ചുള്ള പരാതികളും സമൂഹത്തെ സംബന്ധിച്ചുള്ള വേവലാതികളും കൺസേണുകളും അത് ഒരു വലിയ നേതാവിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് സയ്യിദ് ഉമർ കുഞ്ഞിക്കോയ തങ്ങളെ സയ്യിദ് സാദാത്യങ്ങൾക്ക് നേതാവായി നിൽക്കാൻ പറ്റുന്ന ഒരു യോഗ്യതയിലേക്ക് ഉയർത്തുന്നത്. വലിയ ദാനശീലം, ഒരുപാട് ആളുകൾക്ക്, എനിക്ക് വലിയ സംഘടനകൾ പോലും ചെയ്യുന്ന ചാരിറ്റിയേക്കാളും വലുത് ആരാരും അറിയാതെ മഹാനവറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെനിക്കറിയാം. ഇവിടെ ചില ആളുകൾക്ക് അനുഭവം ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു സാന്നിധ്യം നമ്മുടെ കേരളീയ മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് കുടുംബങ്ങൾ, പണക്കാട് കുടുംബമടക്കം ഒരുപാട്, ജിഫ്രി കുടുംബം, ബാലവി കുടുംബം, സഖാഫ് കുടുംബം, ഒരുപാട് സാദാത്യങ്ങളുടെ നാടാണിത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഈ ഉമ്മത്തിന് ലഭിക്കുന്ന നൂറാണ് സയ്യിദന്മാർ. നമ്മുടെ ഈ സദസ്സിൽ തന്നെ എത്രയോ സയ്യിദന്മാർ ഉണ്ട്. അള്ളാഹുവെ, അവരുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ ഖൈറും അവരുടെയൊക്കെ തണൽ ഈ ഉമ്മത്തിന് എന്നും നൽകി റബ്ബേ നീ അനുഗ്രഹിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നേതൃത്വം അതൊരു വലിയ നിഅമത്താണ്. അസ്സുൽത്താനു ദില്ലുല്ലാഹി ഫീ അർദിഹി എന്ന് ഭരണാധികാരിയെ സംബന്ധിച്ച് പറയാറുണ്ട്. ഭരണാധികാരി എന്ന് പറയുന്നത്, ഒരു നേതാവ് എന്ന് പറയുന്നത് ഭൂമിയിലെ അള്ളാഹുവിൻ്റെ തണലാണ് എന്നതുപോലെ ഈ ഉമ്മത്തിൻ്റെ നേതൃത്വം, പ്രത്യേകിച്ച് സമസ്തകേരള ജമിയത്തുൽ ഉലമയുടെ അജയ്യമായ സ്ഥാനത്തിരുന്ന് 2 മഹാപണ്ഡിത പ്രതിഭകൾ, മഹാനായ സയ്യിദുൽ ഉലമയും മഹാനായ ഷെയ്ഖുൽ ജാമിഅ മഹാനായ ആലിക്കുട്ടി ഉസ്താദ് അടക്കം ഇവര് ഒരു നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കത്തിലും അനുഭാവത്തിലും സ്നേഹത്തിലും ബഹുമാനത്തിലും ഈ ഉമ്മത്തിനോട് പറയാനുള്ളത് ഈ 2 മഹത്തുക്കളുടെ നാവിലൂടെ കേൾക്കുകയും ഈ ഉമ്മത്തിൻ്റെ ശബ്ദം ഒന്നായിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സൗഭാഗ്യം. അള്ളാഹു
നമ്മുടെ ഈ ഉമ്മത്തിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ, സയ്യിദുൽ ഉമ്മ ബഹുമാനപ്പെട്ടവരിവിടെ എത്താനിരിക്കുകയാണ്. ചീമേനയിൽ നിന്ന് ബൈ റോഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ വരുന്ന ആ സമയം, ആ നിമിഷം തങ്ങൾക്ക് വേണ്ടി ഞാൻ വഴിമാറി കൊടുക്കുന്നതായിരിക്കും എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന അമവി ഭരണാധികാരി, അദ്ദേഹം ഒരു വൈകുന്നേര സമയം ഷത്റഞ്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചെസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് കറാഹത്താണെന്നും അല്ല ഹറാമാണെന്നും അല്ല മക്രൂഹാണെന്നും പല അഭിപ്രായങ്ങൾ കാണാൻ പറ്റും. അതിന് നർദ്, ലഅബത്തുൻ നർദ് എന്ന് കിതാബുകളൊക്കെ കാണുന്ന നമ്മുടെ ചെസ്സിന് സമാനമായൊരു കളിയാണത്. ബോർഡ് വെച്ചിട്ട് കളിക്കുന്ന കളി. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ കയറി വന്നു. അപ്പം അദ്ദേഹം ടവല് കൊണ്ട് ചെസ് ബോർഡ് അങ്ങോട്ട് മൂടി വെച്ചു എന്നാണ്. ചെസ് എന്ന് ഞാൻ പറയാണ്, നർദ്, ലഅബത്തുൻ നർദ്. അപ്പോൾ മോശല്ലേ, ഒരു രാജാവിനെ പോലെ, ഒരു രാജാവായി നിൽക്കുന്ന, ഖലീഫയായി നിൽക്കുന്ന അബ്ദുൽ മലിക് ബിൻ മർവാൻ ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ, മനുഷ്യന്മാർ കണ്ട മോശല്ലേ? അപ്പോൾ അദ്ദേഹം അത് മൂടി വെച്ചു. വന്ന മനുഷ്യനോട് ചോദിച്ചു, ഹൽ തഹ്ഫദു ശൈഅൻ മിൻ ഖുർആൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഖുർആൻ അറിയുമോ, ഖുർആൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു സൂറത്ത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം, ഹദീസ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അപ്പോഴും പറയും, എനിക്ക് ഒന്നും അറിയില്ല. തഹ്ഫദു താരീഖൽ അറബ്, അറബികളുടെ യുദ്ധവും അവരുടെ ചരിത്രവും അവരുടെ പാരമ്പര്യവും ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിവരമുണ്ടോ എന്ന് ചോദിച്ചു. അതുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഖസീദകൾ വല്ലതും അറിയോ, മുഅല്ലഖാത്ത് വല്ലതും ഓർമ്മയുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? അതും ഞാൻ പഠിച്ചിട്ടില്ല. ഇൽമുൻ നഹ്വിൽ എന്തെങ്കിലും അറിയോ? അതും അറിയില്ല. അപ്പം അദ്ദേഹം തുണി എടുത്തിട്ട് പറഞ്ഞിട്ട്, മക്കളെ കളി തുടരാം, ഇവിടെ ഇപ്പോൾ ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു മനുഷ്യന്റെ യോഗ്യത, അദ്ദേഹം ഒരു ബുദ്ധിയുള്ള ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ നല്ലതും ചീത്തയുമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉലമാ തുറന്നു കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മനുഷ്യനിൽ അറിവില്ലാതിരുന്നാൽ അയാളെ ഒരു മനുഷ്യനായിട്ട് പോലും ഗണിക്കേണ്ടതില്ല എന്ന വലിയൊരു പാഠം അദ്ദേഹം അവിടെ നൽകുകയാണ്. ഇൽമ്, അറിവ് എന്നത് അക്ഷരം വായിച്ചെടുക്കുന്ന അറിവല്ല എന്നും, ഇൽമ് എന്നത് നൂറുൻ യഖ്ദിഫുഹുല്ലാഹു ഫീ ഖൽബ്, it's a light cast into the hearts of beloved people of Allah. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു എറിഞ്ഞു കൊടുക്കുന്ന പ്രകാശമാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്നവരുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു എറിഞ്ഞു കൊടുക്കുന്നതിനെയാണ് ഇൽമ് എന്ന് പറയുന്നത്. ലൈസൽ ഇൽമു ബികഥറത്തി റിവായ, ഇൽമ് എന്ന് പറയുന്നത് ഹദീസുകളോ താരീഖുകളോ ആയത്തുകളോ ഒരുപാട് ഉദ്ധരിക്കലല്ലെന്നും, വലാകിന്നഹു നൂറുൻ യഖ്ദിഫുഹുല്ലാഹു ഫീ ഖൽബിൽ അബ്ദ്, അങ്ങനത്തെ ഒരു പ്രകാശം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. മഅറൂഫുൽ ഖർഖി എന്ന് പറയുന്ന ലോകം കണ്ട, ഇറാഖ് ലോകത്തിനെ സമ്മാനിച്ച മഹാനായ പണ്ഡിതൻ, മുതസവ്വിഫായിരുന്നു എന്ന് പറയലാവും കൂടുതൽ നല്ലത്. സൂഫി വര്യനാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കാലക്കാരനാണ്. ഇപ്പൊ ചില ശിഷ്യന്മാരെങ്കിലും മഹാനുകളെ കുറിച്ച് പറയാറുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് പറയും, ഇമാം അവറുകളെ, നിങ്ങൾ എന്തിനായി മഅറൂഫുൽ ഖർഖി തങ്ങളെ വല്ലാണ്ട് അങ്ങനെ ബഹുമാനിക്കുന്നത്, അദ്ദേഹത്തിന്റെ പിന്നാലെ അങ്ങനെ കൂടുന്നത് എന്തിനാ? നിങ്ങൾ അൽ ആലിമുൽ അല്ലാമ, നിങ്ങൾ വലിയൊരു ആലിമല്ലേ. 40,000 ഹദീസുകളുടെ സമാഹരണമാണ് മുസ്നദ് എന്ന ഗ്രന്ഥം. ഇത് ലോകത്തിന് സമ്മാനിച്ച പണ്ഡിതനാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. അങ്ങനത്തെ നിങ്ങളിപ്പോൾ ഈ സൂഫി വര്യനായ ഒരു മനുഷ്യന്റെ പിന്നാലെ പോകേണ്ട വല്ല കാര്യമുണ്ടോ? അദ്ദേഹത്തെ ഇങ്ങനെ ബഹുമാനിക്കുകയും ഇടക്കിടക്ക് പോയി കാണുകയും ചെയ്യുന്നത് എന്തിനാണ്? ശിഷ്യന്മാർക്കൊരു അഭിമാനബോധം കൊണ്ട് അവർ ചോദിച്ചു. ചില ഗുരുനാഥന്മാരെയെങ്കിലും പഴപ്പിക്കാൻ ചില ശിഷ്യന്മാർ ശ്രമിക്കാറുണ്ട് എന്നത് ചരിത്രമാണ്. അഹ്മദ് ബിൻ ഹംബൽ എന്നവരെ അവിടെ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. ഇൽമ്, അറിവ് എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് ഹദീസ് പഠിച്ച ആളാണ്. ഹദീസ് സനദ് അടക്കം 7 ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാഠമുള്ള മഹാനായിരുന്നു അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ ഗുരുനാഥനും നമ്മുടെ മദ്ഹബിന്റെ ഇമാമുമായ ഇമാമുന ശാഫിഈ തങ്ങൾ 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കിയ മഹാപണ്ഡിതനാണ്, ഗുരുനാഥനാണ്. അവർക്ക് ഇൽമു ദിറായത്തും ഇൽമുൽ മഅരിഫത്തും എല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിച്ചു. അതിന്റെ തണലാണ് ഇന്ന് ലോക മുസ്ലിമീങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. മഅറൂഫുൽ ഖർഖി എത്തിപ്പെട്ടത് മാത്രമല്ലയോ ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിവെന്ന് പറഞ്ഞ കുറേ ശിഷ്യന്മാരും ഒരുപാട്
മുതഅല്ലിമീങ്ങളും ഒരുപാട് ആളുകളുടെ ശിഷ്യഗണങ്ങളുടെ വലിയ സമൂഹവും സൃഷ്ടിക്കൽ മാത്രമാണോ? മഅറൂഫുൽ ഖർഖി എന്ന സൂഫി വര്യൻ, അദ്ദേഹം മുസ്തജാബു ദഅവ, ദുആക്ക് ഉത്തരമുള്ള മഹാനായിരുന്നു. അല്ലാഹുമ്മ അഗ്ഥിനാ എന്ന് ദുആ ചെയ്താൽ മഴ പെയ്യുമായിരുന്നു. അങ്ങനത്തെ മഹാനായിരുന്നു മഅറൂഫുൽ ഖർഖി തങ്ങൾ. പക്ഷേ അദ്ദേഹത്തിന് വലിയ ദർസോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് ഹദീസുകളുടെ റിവായത്തുകളും ഉണ്ടായിട്ടില്ല. പക്ഷേ ഹൃദയത്തിന് ലഭിക്കുന്ന ഒരു വെളിച്ചവും ഹൃദയത്തിൻ്റെ ഒരു നന്മയും ഗുണവും അത് മഅറൂഫ് തങ്ങൾക്ക് ഉണ്ടല്ലോ, ധാരാളമുണ്ടല്ലോ. അതല്ലേ വേണ്ടത്, അതില്ലാതെ പിന്നെ എന്തുണ്ടായിട്ടെന്താ എന്ന് ചോദിച്ചു അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാഇൻ്റെ ദൗത്യമേൽപ്പിച്ചവരാണ് പണ്ഡിതന്മാർ. അതുകൊണ്ട് കൈപ്പേറിയ അനുഭവങ്ങൾ അനുഭവിച്ചവരാണ് അംബിയാക്കന്മാർ. അവ മുഖ്രിജയ്യ ഖൗമി, വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കസിൻ ഇബ്നു അമ്മിനോട്, പിതൃ സഹോദരനോട് പുണ്യനബി തങ്ങൾ അത്ഭുതത്തോട് ചോദിച്ചു. വറഖത്ത് ബിൻ നൗഫൽ ഹബീബായ നബി തങ്ങളുടെ വഹീൻ്റെ അനുഭവങ്ങൾ കേട്ടപ്പോൾ പറഞ്ഞു, മുഹമ്മദ് നബിയെ, അങ്ങ് ഈ ഉമ്മത്തിൻ്റെ റസൂലാണ്. അങ്ങയുടെ അരികത്തേക്ക് വന്നത് അന്നാമൂസുൽ അക്ബർ കമാ ജാഅ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിലേക്ക് വന്ന ആ മഹാമാലാഖയാണ് അങ്ങയുടെ അരികത്ത് ഇഖ്റ എന്ന് വായിപ്പിച്ചുകൊണ്ട് വന്നത്. അങ്ങ് ഈ ഉമ്മത്തിൻ്റെ നബിയാണ്. പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? നിങ്ങളെ നാട്ടുകാർ പുറത്താക്കും. അവ മുഖ്രിജയ്യ ഖൗമി അൽ അമീൻ എന്ന സ്നേഹത്തോടെ സത്യസന്ധനെന്ന് എന്നെ വിളിക്കുന്ന എൻ്റെ ആളുകൾ എന്നെ പുറത്താക്കുമോ? ഖാല കദാലിക്കൽ അംബിയ, പ്രവാചകന്മാർ മുഴുവനും അങ്ങനെയാണ്. സത്യം ഒരല്പനേരത്തേക്ക് അതിനെ തളർത്തിക്കളയാൻ ദുഷ്ശക്തികൾക്ക് സാധിച്ചേക്കാം. പക്ഷേ സത്യമാണ് അതിജീവിയായി നിൽക്കുന്നത്. അതിന് മാത്രമേ അതിജീവനമുള്ളൂ. ഇത് അള്ളാഹുവിൻ്റെ വുജൂദിൻ്റെ വലിയൊരു ഹഖായിഖിൽപ്പെട്ടതാണ്. ഇവിടുത്തെ അദലും സത്യവും വിജയിക്കുന്നു എന്ന് പറയുന്നത്. അന്ന് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങയെ ഞാൻ സഹായിക്കുമായിരുന്നു നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ ഇബ്നു റബാഹ് എന്നവർ അഹദ് 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 എന്ന് പറഞ്ഞ് മക്കയുടെ മണ്ണിൽ ഇങ്ങനെ വിഷമിക്കുമ്പോൾ ഇതേ വറഖത്ത് ബിൻ നൗഫൽ അദ്ദേഹത്തെ ഒന്ന് കണ്ടുകൊണ്ട് പറഞ്ഞു, വല്ലാഹി ലൗ ഖതൽതുമു ലത്തഖൽതു ഖബ്റഹു ഹനാന. ഈ മനുഷ്യനെ എങ്ങാനും നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ, ആരെക്കുറിച്ച്? ബിലാൽ ഇബ്നു റബാഹ് തങ്ങളെക്കുറിച്ച്. ഈ മനുഷ്യനെങ്ങാനും മരിക്കുകയാണെങ്കിൽ ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ പോയി കിടക്കുന്ന ഖബർ എൻ്റെ മനസ്സിന് ആശ്വാസമുള്ള ഇടമായി ഞാൻ കണ്ടെത്തുമായിരുന്നു എന്ന് മുശ്രിക്കുകളോട് പറഞ്ഞ ആളാണ് ഈ വറഖത്ത് ബിൻ നൗഫൽ. അദ്ദേഹം പിന്നെ വളരെ പെട്ടെന്ന് മരണപ്പെട്ടു എന്നത് ചരിത്രമാണ്. ഏതായിരുന്നാലും അംബിയാഇൻ്റെ ഒരു വലിയ ദൗത്യം, മാ വറസു ദീനാറം വലാ ദിർഹമ ഇന്നമാ വറസു ഇൽമ. അറിവ് ലോകത്തിന് ഇട്ടേച്ചു പോയവരാണ് അംബിയാക്കന്മാർ. അവരുടെ പിന്മുറക്കാരാണ് പണ്ഡിതന്മാർ. അള്ളാഹു ആ ഒരു ദൗത്യ നിർവഹണം ഇന്ന് ഖുദ്വത്തായ പണ്ഡിതന്മാർ ഈ ഉമ്മത്തിന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം. എല്ലാ ഉമ്മത്തിലും ഖൈറുണ്ട്, എല്ലാ സമൂഹത്തിലും ഖൈറുണ്ട്. അൽ ഖൈറു ഫിയ വഫി ഉമ്മത്തി ഇലാ യൗമിൽ ഖിയാമ. എൻ്റെ ഉമ്മത്തിലാണ് നന്മയുള്ളത്, എന്നിലാണ് നന്മയുള്ളത്. ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാള് സംഭവിക്കുന്നത് വരേക്കും ഈ ഉമ്മത്തിലാണ് ഖൈറുള്ളത്. ഇത് ഉറപ്പാണ്. പക്ഷെ അതിൻ്റെ ചില ഏറ്റവ്യത്യാസങ്ങളുണ്ടാകും. അതങ്ങനെയാണ്. ഖൈറുൽ ഖുറൂന് പോലെയല്ല ശേഷം വരുന്ന കാലഘട്ടങ്ങൾ. ഖുദ്വത്തുകൾ ആവശ്യമാണ്, ഖുദ്വത്തുകൾ ആവശ്യമാണ്. വാക്കുകളിലും പ്രവർത്തനങ്ങളിലും മൗനങ്ങളിലും ജനങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്നവർ. അല്ലാഹു ഈ ഉമ്മത്തിലെ ആലിമീങ്ങളെ മുഴുവൻ ഉഖ്റവിയായ ആലിമീങ്ങളാക്കി അല്ലാഹു മാറ്റിത്തരട്ടെ. അല്ലാഹു ഈ മണ്ണിന് നൽകിയ വലിയ സൗഭാഗ്യമാണ്. ജനങ്ങളോട് അവർ ചെയ്യുന്ന ദൗത്യം എന്താണെന്നറിയോ? എന്താണ് ഒരു പണ്ഡിതൻ ഒരു ഉമ്മത്തിന് ചെയ്യുന്ന ദൗത്യം എന്താണ്? ഒരു ഉസ്താദ് തൻ്റെ ശിഷ്യന് കൊടുക്കേണ്ട ഏറ്റവും വലിയ അറിവെന്താണ്? ഒരു ഗുരുനാഥനിൽ നിന്നൊരു മുതഅല്ലിം പഠിച്ചെടുക്കേണ്ട ഏറ്റവും വലിയ അറിവെന്താണ്? ഖുർബുഹു മിനല്ലാഹ്, അല്ലാഹുവിലേക്ക് ആ മനുഷ്യനിലൂടെ അടുക്കാൻ പറ്റുക. നമ്മളൊരുപാട് വേദനകളുള്ളവരാണ്,
രോഗിയായി കിടക്കുന്ന മനുഷ്യനോട് എന്ത് വേണമെന്ന് ചോദിച്ചാൽ എൻ്റെ രോഗമെന്ന് മാറിക്കിട്ടിയാൽ മതി. കടബാധ്യതകളിൽ മുഴുങ്ങി കഴിയുന്ന ആളുകളോട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ മറുപടി ഒന്ന് മാത്രം, കടം വീടി കിട്ടിയാൽ മതി. മക്കളില്ലാത്തവരോട് എനിക്കൊരു കുഞ്ഞു ജനിച്ചാൽ മതിയായിരുന്നു, ആണോ പെണ്ണോ അത് പ്രശ്നമല്ല, ഞങ്ങ വൈകല്യുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിക്കൊള്ളാം, എനിക്കൊരു കുഞ്ഞിനെ വേണം. വീടില്ലാത്തവന് വീട് വേണം, ആരോഗ്യം നഷ്ടപ്പെട്ടവന് ആരോഗ്യം വേണം, ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോയവർക്ക് ഇസ്സത്ത് തിരിച്ചു കിട്ടണം. ഇതൊക്കെ നഷ്ടങ്ങളാണ്, നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ പറയുന്ന വിഷയങ്ങളാണിതൊക്കെ. എന്നാൽ ഏറ്റവും വലിയ നഷ്ടം, ഏറ്റവും വലിയ ഹിർമാൻ, ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കാതെ പോയെന്ന ബോധം വരുന്നത്, എനിക്ക് അള്ളാഹുവിനോട് അടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇബാദത്തിന്റെ ഒരു മധുരമുണ്ട്, ഇബാദത്തിനൊരു ആനന്ദമുണ്ട്, നിസ്കാരത്തിനൊരു മധുരമുണ്ട്, ഖുർആൻ ഓതുന്നതിനൊരു മധുരമുണ്ട്, ദിക്ർ ചൊല്ലുന്നതിന് എന്തെന്നില്ലാത്ത ആസ്വാദനമുണ്ട്. നാവുകൾ ചലിക്കുമ്പോഴും മനസ്സിനുള്ളിലേക്ക് ആ ഒരു മധുരം കയറി വരുന്നില്ലെങ്കിൽ ഒരു മനുഷ്യന് ലോകത്ത് നഷ്ടമാകുന്ന ഏറ്റവും വലിയ നഷ്ടം അൽ ഖുർബ് മിനല്ലാഹ്, അള്ളാഹുവിനോടുള്ള അടുപ്പം നഷ്ടമാകുന്നതാണ്. പിന്നെയോ ഇബാദത്തിന്റെ ആനന്ദം നഷ്ടപ്പെടുന്നതാണ്. സലഫ് സ്വാലിഹീങ്ങൾ പറയുന്നൊരു കൗതുകകരമായ നുക്തയുണ്ട്. തെറ്റുകൾ ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യൻ വന്ന് പറയാൻ, നിങ്ങൾ പറഞ്ഞില്ലേ തെറ്റ് ചെയ്ത അള്ളാഹ് ശിക്ഷിക്കുന്നു, ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ട് അള്ളാഹു എന്താണ് എന്നെ ശിക്ഷിക്കാത്തത്? എനിക്കൊരു ശിക്ഷയും കാണുന്നില്ലല്ലോ, എൻ്റെ കച്ചവടം അതേപോലെ ഉഷാറായി പോകുന്നുണ്ട്, ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്, ഞാൻ എല്ലാ കുരുത്തക്കേടും ചെയ്യുന്നുണ്ട്, എനിക്കൊന്നും ഞാൻ കണ്ടില്ലല്ലോ. അപ്പോഴാണ് നാദാഹു മുനാദിൻ, ഒരു അശരീരി കേൾക്കുകയാണ്, അമാ ഹുരിംത ലദ്ദത്തൽ ഖുർബി മഅല്ലാഹ്, അള്ളാഹുവിനോട് അടുക്കാൻ സാധിക്കുക എന്ന ഏറ്റവും വലിയ ആനന്ദം നിനക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? അതാണ് നിനക്ക് ലഭിച്ച ഏറ്റവും വലിയ അദാബ്, വലിയ ശിക്ഷ അതാണ്. വയശീബുൽ മർഉ ഫിൽ ഇസ്ലാം വലം തുഖ്ബൽ ലഹു സ്വലാഹ്, ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെട്ടതായിട്ട് ഇല്ലാതെ പോകുന്ന എത്രയോ ആളുകൾ മുസ്ലിമായി ജനിച്ച് നരബാധിച്ച് മരിച്ചു പോകുന്നവരിൽ കാണാം. ഉല്ലം തുഖ്ബൽ ലഹു സ്വലാഹ്, ഒരു നിസ്കാരം പോലും അള്ളാഹു സ്വീകരിച്ചു കാണില്ല. ഇത് നഷ്ടമാണ്. ഈ നഷ്ടം നികത്താൻ കഴിയുന്ന നമ്മുടെ കൈപിടിക്കാനും അള്ളാഹുലേക്ക് കൊണ്ടുപോകാനും കഴിയുന്ന ദൗത്യമാണ് മഹല്ലിലെ പണ്ഡിതന്മാർ, ഖതീബുമാർ, മുദർരിസുമാർ, മുഅല്ലിമുമാർ, മദ്രസയിൽ അധ്യാപകന്മാർ, സദറുസ്താദ്, ഇവരെല്ലാം നിർവഹിക്കുന്ന, വഅദ് പറയുന്നവർ, ദീൻ പഠിപ്പിക്കുന്നവർ മുഴുവൻ ചെയ്യുന്നത് അള്ളാഹുവിലേക്ക്, പടച്ചതമ്പുരാന്റെ ഹളറത്തിലേക്ക് മനുഷ്യരുടെ ഖൽബുകളെ കൊണ്ടുപോവുക എന്ന വലിയ ദൗത്യമാണ്. അത് മാത്രം നടക്കാതെ ബാക്കി എല്ലാം നടന്നിട്ട് എന്ത് കാര്യമാണ്? وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ലോകാവസാനം വരെ വരാൻ പോകുന്ന സർവ്വ ആണിനും പെണ്ണിനും അള്ളാഹു ഉദാഹരണം പറഞ്ഞത്, അള്ളാഹു ഉദാഹരണമാക്കി വെച്ചത് രണ്ട് പെണ്ണുങ്ങളെയാണ്. ആണുങ്ങൾക്ക് ഉദാഹരണം പെണ്ണാണ്, പെണ്ണുങ്ങൾക്ക് ഉദാഹരണം പെണ്ണാണ്. അത് ആരാണെന്നറിയുമോ? ആസിയ ബിൻത് മുസാഹിം, ഫറോവയുടെ ഭാര്യയായി ജീവിക്കുകയും എന്നാൽ തൗഹീദിന്റെ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ റിസാലത്തിന്റെ പക്ഷം ചേർന്ന് ജീവിക്കുകയും ചെയ്തത് കാരണം ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ച മഹദിയാണ് ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹാ. ഫറോവയുടെ കൂടെ ജീവിച്ചിട്ട് ആ കൊട്ടാരം നഷ്ടമാവുന്നു എന്ന് മാത്രമല്ല, ക്രൂരമായ കിരാതമായ മർദ്ദനങ്ങൾക്ക് വിധേയയായി ആ മഹദി മരിക്കുന്ന രംഗങ്ങൾ ചരിത്രത്തിൽ കാണാം, ഹദീസിന്റെ വചനങ്ങളിൽ കാണാം, അസറുകളിൽ കാണാം.
പക്ഷെ അല്ലാഹു ഉദ്ധരിച്ചത് മഹദിയുടെ നാവിലൂടെ വന്നൊരേ ഒരു പ്രാർത്ഥനയാണ്. അത് മരിക്കുന്ന നേരത്താകാം, അതിന് തൊട്ടു മുമ്പാകാം, ഫറോവയുടെയും കിങ്കരന്മാരുടെയും ഭീഷണി വന്ന നേരത്താകാം. എപ്പോഴാണ് മഹദി പറഞ്ഞത്? നാവ് കൊണ്ട് പറഞ്ഞോ മനസ്സുകൊണ്ട് പറഞ്ഞ പ്രാർത്ഥനയാണോ എന്ന് പോലും അറിയില്ല. സൂറത്തു തഹ്രീമിന്റെ അവസാന ഭാഗം വദറബല്ലാഹു മസല, അല്ലാഹു നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു തരട്ടെ, ആരാണ് വിശ്വാസി എന്ന് പറഞ്ഞു തരട്ടെ. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവിയാണ് വിശ്വാസിനികൾക്ക് മുഴുവനുമുള്ള ഉദാഹരണം. ഇദ് ഖാലത്, എന്തു ചെയ്തു എന്നല്ല, എന്ത് മഹദി പറഞ്ഞു. മഹദിയുടെ മനസ്സിൽ എന്താണ് വന്നത്? റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നഹ് സഅലത്തിൽ ജിവാറ ഖബ്ല അദ്ദാർ. റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നഹ്, പടച്ചവനെ എനിക്ക് സ്വർഗം തരണേ എന്ന് മരിച്ചുപോയ എത്രയോ ആളുകൾ ഉണ്ടാകാം. എനിക്ക് സ്വർഗം വേണം റബ്ബേ എന്ന് പറഞ്ഞു പോയവർ എത്രയോ കാണാം. പക്ഷെ ആസിയ ബീവി ചോദിച്ചത് അങ്ങനെയല്ല. റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നഹ്, അല്ലാഹുവേ നിന്റെ അരികത്ത് എനിക്കുണ്ടാക്കി തരണം ഒരു വീട് നിന്റെ സ്വർഗലോകത്ത്. അയൽപ്പക്കം ചോദിച്ചതിന് ശേഷമാണ് വീട് വേണമെന്ന് മഹദി ചോദിച്ചത്. ആരുടെ അടുത്ത്? അല്ലാഹുവേ നിന്റെ അരികത്തിൽ, നിന്റെ അരികത്ത് എനിക്കൊരു വീട് വേണം. വീട് വേണം എന്നല്ല ആദ്യം പറഞ്ഞത്, നിന്റെ അരികത്ത്. റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അതുകൊണ്ടാണ് മുഫസ്സിറുകൾ പറയാ സഅലത്തിൽ ജാറ സഅലത്തിൽ ജിവാറ ഖബ്ല അദ്ദാർ. വീട് വേണം എന്ന് ചോദിക്കുന്നതിന്റെ മുമ്പ് അയൽപക്കം എന്താവണം എന്ന് ചോദിച്ചു മഹദി റളിയല്ലാഹു അൻഹ. അല്ലാഹുവേ നിന്റെ അരികത്ത്, നിന്റെ അരികത്തേക്ക് എന്ന ചിന്തയിലാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത്. ഫറോവയുടെ കൊട്ടാരമോ ആർഭാടമോ നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമല്ല റബ്ബേ, നിന്റെ അരികത്തേക്ക്, നിന്റെ അരികത്തേക്ക് എനിക്ക് വരണം. അല്ലാഹുവിലേക്ക്. മുഅ്മിനീങ്ങളുടെ ഉദാഹരണമാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. നമുക്കെപ്പോഴും പടച്ചോനിലേക്ക് ഒരടി അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നുണ്ടോ? ഒരൽപ്പം അല്ലാഹുവിലേക്ക് ഇന്ന് ഞാൻ അടുത്തോ ഇന്നലത്തേതിനേക്കാളും? ഈ ചോദ്യം നമ്മളോട് ചോദിക്കണമെന്നാണ്. കുറേ നമ്മൾ വായിച്ചിട്ടുണ്ടാവാം, കുറേ അറിവ് കേട്ടിട്ടുണ്ടാകാം, പക്ഷെ നമ്മൾ പടച്ചവനിലേക്ക് അടുത്തിട്ടുണ്ടോ? വമിമ്മാ സാദനി ഇസ്സൻ വതീഹാ, വമിമ്മാ സാദനി ഇസ്സൻ വതീഹാ വകിത്തു ബിഅഖ്മുസി അത്ഉസ്സുറയ്യാ ദുഖൂലി تحت قولك يا عبادي وأن صيرت أحمد لي نبيا. MLN നമ്പർ ഉണ്ട് എന്ന് പറയുമ്പോൾ ആളുകളുടെ അഭിമാനം എത്രയാൻ. മന്ത്രി എൻ്റെ ആളാണ്, CI എൻ്റെ ആളാണ്, SI എൻ്റെ. എന്താ അവരൊക്കെ വലിയ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസാണ്, കാര്യങ്ങൾ നടത്തിത്തരാൻ കഴിയുന്നവനാണ്. ദുന്യാവിലെ മനുഷ്യന് വല്ല അസുഖം വന്നാൽ വല്ലതും നടക്കുമോ? അധികാരം പോയ മന്ത്രിയായി, മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയെന്ന് വിചാരിക്കുക, അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ ആൾക്കാർ മൈൻഡ് ചെയ്യുമോ? ഇല്ല. ആൾക്കെന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? ഒന്നും പറ്റൂല. എന്നാലും എന്തൊരു അഭിമാനത്തിലാണ് പറയാ, എൻ്റെ ആളാണ് CM, എൻ്റെ ആളാണ്, എനിക്ക് അടുത്ത ബന്ധമാണ്, ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കും, സംസാരിക്കും. ആയിക്കോട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ അഭിമാനം എന്താണെന്നറിയുമോ? ومما زادني عزا وشرفا وكدت بأخمصي أطأ الثريا. ഭൂമിയിലൂടെ കാല് വെച്ച് നടക്കുന്ന മനുഷ്യനാണെങ്കിൽ തന്നെയും എൻ്റെ കാലിൻ്റെ ഉള്ളകം കൊണ്ട് ഉന്നത നക്ഷത്ര ലോകങ്ങളിൽ കാല് ചവിട്ടുന്ന പോലെ അഭിമാനം കൊണ്ട് ത്രസിക്കുകയാണ് ഞാൻ. രണ്ട് കാരണം കൊണ്ട്. നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് സമ്പത്തില്ലാതിരിക്കാം, വീടില്ലാതിരിക്കാം, കച്ചവടം നഷ്ടമായിരിക്കാം, മക്കളില്ലാതിരിക്കാം, മക്കളിലൂടെ, ഭാര്യയിലൂടെ, കുടുംബത്തിലൂടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം പോലും കിട്ടാത്ത അവസ്ഥകൾ വന്നിരിക്കാം. എന്നാൽ ദുഖൂലി തഹ്ത ഖൗലിക യാ ഇബാദി, എൻ്റെ അടിമകളെ,
എന്ന് അള്ളാഹു വിളിക്കുമ്പോൾ ഞാൻ അതിൽ പെട്ടുപോയിട്ടുണ്ടല്ലോ. എൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു എന്ന ഒരഭിമാന ബോധം ഒരു മുഅ്മിനിന് എപ്പോഴും വേണ്ടതല്ലേ. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. MLA മന്ത്രിയൊക്കെ പോട്ടെ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ഇതൊന്നുമല്ല. നമ്മൾ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ഇത് നമുക്ക് തോന്നാറുണ്ടോ? എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു, അല്ലേ? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നമ്മളൊന്ന് വിചാരിക്കുന്ന പോലെയല്ല. അള്ളാഹുവിൻ്റെ ചില തർത്തീബുകൾ, ചില ഹിക്മത്തുകൾ പോലും നമുക്കറിയില്ല. കാര്യം നടക്കുമ്പോഴേ ഇതിനായിരുന്നല്ലേ അള്ളാഹു ഇത് ചെയ്തത് എന്ന് മനസ്സിലാവും. യാ റബ്ബ്, എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് എന്ന് മുഅ്മിനായ മനുഷ്യന് തോന്നണം. അത് മാത്രമല്ല, വഅൻ സ്വയ്യറത അഹ്മദ ലീ നബിയാ, എൻ്റെ നബി നൂഹ് നബിയോ, എൻ്റെ നബി ലൂത്ത് നബിയോ, അയ്യൂബ് നബിയോ, സുലൈമാൻ നബിയോ അല്ല. ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മച്ചിയാണല്ലോ. എൻ്റെ റസൂല് മുഹമ്മദ് നബി തങ്ങളല്ലേ, സയ്യിദുൽ അംബിയാ, അംബിയാഇൻ്റെ നേതാവാണ്, അഷ്റഫുൽ ഖൽഖ് തങ്ങളെ. ആ റസൂലിൻ്റെ ഉമ്മച്ചിയല്ലേ ഞാൻ. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ടല്ലോ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ ആകാശ ലോകത്താണ്, ഭൂമിയിലല്ല എന്ന് ഒരു മുഅ്മിൻ അഭിമാനത്തോടെ പറയാൻ കഴിയണം. ഇത് മരിക്കണവരെ പറഞ്ഞൂടെ? നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ? അത് ആർക്കെങ്കിലും തോന്നുന്നില്ലെങ്കിൽ ഫഹുവൽ മഹ്റൂം, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ദൂരയാക്കപ്പെട്ടു എന്ന ഏറ്റവും ദാരുണമായൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ ഖുർബിലേക്ക്, പടച്ചവൻ്റെ ജിവാറിലേക്ക് കടക്കാൻ കഴിയാതെ പോയാൽ ഏറ്റവും വലിയ നഷ്ടമല്ലേ അത്? ഒരു കമ്പനി നടത്തുന്ന ഒരാൾ അതിൻ്റെ GM ഇന്ന് 4 മണിക്ക് വരുമെന്ന് പറയുമ്പോൾ പാർക്കിംഗ് ലീവ് വേണോ, സാലറി കൂട്ടിക്കിട്ടണോ, പ്രൊമോഷൻ വേണോ, അതൊക്കെ മൂപ്പരോട് ചോദിച്ചാൽ നടക്കും. ഇയാളാണെങ്കിൽ കൊല്ലത്തിലൊരിക്കലേ വരുള്ളൂ. ഇന്ന് 4 മണിക്ക് വരുന്നുണ്ട്, ജോലി 3 മണിക്ക് കഴിയും. അപ്പോൾ 3 മണിക്ക് എല്ലാവരും ഇറങ്ങി പോവോ? 1 മണിക്കൂറൂടെ വെയിറ്റ് ചെയ്യൂലേ? അപ്പോൾ വരട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. കല്യാണം നടത്തണം, അപ്പോൾ ലീവ് കിട്ടണം. സനത് വാങ്ങും. പിന്നെ അടുത്ത ആലോചന അതായിരിക്കും. ഇൻഷാ അല്ലാഹ് വഫഖകുമുല്ലാഹ്. ജോലിയിൽ പോകണം, ജോലി ചെയ്യണം, ഉമ്മയിപ്പയെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി പോകണം, പല ആവശ്യങ്ങളുണ്ടാവും. ഇതൊക്കെ പറയണ്ടേ? അപ്പോൾ ജനറൽ മാനേജർ വരുന്നുണ്ട്, കാത്തിരിക്കുകയാണ്. ഉദാഹരണം പറയാം. ഇദാ ദഹബ സുലുസുൽ ലൈൽ, രാത്രിയുടെ 2 ഭാഗം കടന്നു കളഞ്ഞാൽ, സുബഹി വാങ്ക് വിളിക്കാൻ ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ സമയം ബാക്കിയാകുമ്പോൾ, യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലസ് സമാഇദ് ദുനിയാ നുസൂലൻ യലീഖു ബിഹി. അള്ളാഹുവിൻ്റെ ദാത്തിനോട് യോജിക്കുന്ന, സിഫാത്തിനോട് യോജിക്കുന്ന ഒരു ഇറക്കം. അള്ളാഹു 1-ാം ലോകത്തേക്ക്, 1-ാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും. സുബഹി വാങ്ക് കൊടുക്കാൻ 2-2.5 മണിക്കൂറേ ബാക്കിയുള്ളൂ. അള്ളാഹു ഇറങ്ങി വരും ഭൂമിക്കുള്ള ആളുകളോട് ചോദിക്കാൻ. ഹൽ മിൻ ദാഇൻ ഫഉജീബ്, ദുആ ഇറക്കുന്നവരുണ്ടോ? ഞാൻ ഉത്തരം കൊടുക്കാം. ഹൽ മിൻ സായിലിൻ ഫഉതിയ, ചോദിക്കുന്നവരുണ്ടോ? ഞാൻ അവർക്ക് കൊടുക്കാം. വഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹ്, എന്നോട് റബ്ബേ പൊറുക്കണേ എന്ന് പാപമോചനം ചോദിക്കുന്നവരുണ്ടോ? ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാമെന്ന് പറഞ്ഞ് അള്ളാഹു ഓരോ രാത്രിയിലും ഭൂമിയിലെ ഇബാദുകളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നേരമുണ്ട് എന്നറിഞ്ഞിട്ട് ആ പടച്ചവനെ കാണാൻ, അള്ളാഹുവിൻ്റെ ആ ഒരു റഹ്മത്തിൻ്റെ വുജൂദ്, ആ ഒരു നഫഹാറ്റുകൾക്ക് സാക്ഷികളാകാൻ നമുക്ക് നേരം കിട്ടുന്നില്ല. ഇതിനാണ് ഹിർമാൻ എന്ന് പറയാം, നഷ്ടം സംഭവിച്ചവർ. ആ GM MD വരികയാണെങ്കിൽ നമ്മൾ കാത്തിരിക്കും 1 മണിക്കൂർ അള്ളാഹ് ആ മനുഷ്യന് വേണ്ടി, അല്ലേ? ദുന്യാവത്തെ കാര്യം സാധിപ്പിച്ചു കിട്ടാൻ. അള്ളാഹു നമ്മുടെ ദുന്യാവും ആഖിറവും വിജയിപ്പിക്കാൻ ആവശ്യമായ സർവ്വ മുസബ്ബിബാത്തുകളും അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹ്ക്ക് അതും വേണ്ട. അസ്ബാബുകളില്ലാതെ കാര്യം ചെയ്യുന്നവനാണ് അള്ളാഹു. ആ റബ്ബിനോടൊന്ന് കാര്യങ്ങൾ പറയാനും ഒന്ന് ഉണർന്നിരിക്കാനും മുസല്ല വിരിച്ചു വുദൂഇന്റെ അവസ്ഥയിലിരുന്ന് 1 മണിക്കൂർ നേരം അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കാതെ വരുന്നതാണ് നമ്മുടെ അസുഖത്തെക്കാളും വലിയ പരീക്ഷണം, നമ്മളെ കടങ്ങളെക്കാളും വലിയ പ്രയാസം. നമ്മുടെ മക്കളില്ലായ്മയോ, നമ്മുടെ കച്ചവടം നഷ്ടമായതോ, ജോലിയില്ലായ്മയോ, എന്തൊക്കെ പരാതികളും ശിക്വകളും നമ്മൾ പറയുന്നുണ്ടോ, അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ വിഷയം, അള്ളാഹുവേ നീ വിളിക്കുന്നിടത്ത് എത്താൻ എന്നെ കൊണ്ടാവുന്നില്ലല്ലോ.
എന്നിലേക്ക് അടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതാണ് അല്ലാഹുവിലേക്കുള്ള ഖുർബ് നഷ്ടപ്പെട്ടു പോകുന്നത്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ബനു ഇസ്രായേലുകളെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് കൈറോവിൽ നിന്ന് സുയസ് ഉൾക്കടൽ അവസാനിക്കുന്ന കരമാർഗത്തിലൂടെ സിനായിലേക്ക് പോകേണ്ട യാത്ര, ആ കരക്കെത്തുന്ന കുറച്ച് ഒരു 4-5 കിലോമീറ്റർ ഇപ്പുറം കടലിന് മുമ്പിലേക്ക് എത്തിപ്പെട്ടു. ഒന്ന് ഇടത്തോട്ട് നടന്ന കര കിട്ടും, പക്ഷേ രാത്രിയാണ്, വഴി കാണുന്നില്ല. ആ സ്ഥലം ഇന്ന് ഉയൂൻ മൂസ എന്ന് പറയുന്ന വലിയൊരു മുനിസിപ്പാലിറ്റി ഉള്ള സ്ഥലമാണ്, കടൽ കടന്ന സ്ഥലം. സൂയസ് കനാലിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം. മൂസ നബിയെ ഇന്നാ ലമുദ്റകൂൻ, ഫറോവയുടെ പിടുത്തം കൊടുക്കാതെ ഫലസ്തീനിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി വരികയാണ് മൂസ നബി അലൈഹിസ്സലാം. പക്ഷേ കടലിന്റെ മുമ്പിലാണ് എത്തിപ്പെട്ടത്. 12,000-ഓളം വരുന്ന ഇസ്രായേൽ മക്കൾ മുഴുവൻ മൂസ നബിയോട് പരാതിയും മൂസ നബിയോട് ശാപത്തിന്റെ വാക്കുകളും പറഞ്ഞു. മൂസ നബിയെ, എന്തിനീ പണി ചെയ്തു? എന്തിന് ഞങ്ങളെ കുടുക്കിക്കളഞ്ഞു? ഇന്നാ ലമുദ്റകൂൻ, ഞങ്ങൾ പിടിക്കപ്പെടുമല്ലോ. ഒരു ബോട്ട് പോലും വഞ്ചി പോലും കപ്പൽ പോലും ഇല്ലാതെ വെള്ളത്തിന്റെ മുമ്പിൽ ഈ രാത്രി സമയം വന്നു നിൽക്കുമ്പോൾ ഫറോവയും അനുയായികളും പോലീസുകാരും ബാക്കിൽ വരുന്നു. നമ്മളെ പിടിച്ചല്ലോ, നമ്മൾ നഷ്ടപ്പെട്ടല്ലോ, നമ്മളെ പിടിക്കപ്പെടുമല്ലോ എന്ന് 12,000 ആളുകൾ വാവിട്ട് നിലവിളിക്കുന്ന നേരം ഒരേ ഒരു മനുഷ്യന്റെ മറുപടിയാണ്, ഖല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. നമ്മൾ വിചാരിച്ചു അങ്ങനല്ലേ, ഇതുകൊണ്ട് അങ്ങ് ആകെ പരാജയപ്പെട്ടു പോകും, നമ്മളങ്ങ് കുടുങ്ങിപ്പോകും. ഖല്ലാ, നെവർ, ഒരിക്കലുമില്ല. ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവായ അല്ലാഹു ഉണ്ട്. സയഹ്ദീൻ, ആ റബ്ബെനിക്ക് നേരായ മാർഗം കാണിച്ചു തരും. എവിടെ? ഒരു ബോട്ട് മൂസ നബി കാണുന്നുണ്ടോ മുമ്പിൽ? ഇല്ല. തുഴയാൻ എന്തെങ്കിലും ഒരു റോ ഉണ്ടോ? അതും ഇല്ല. ഒരു പലക കഷ്ണുണ്ടോ മുമ്പിൽ? അതുമില്ല. അങ്ങനെ പ്രതീക്ഷകളില്ലാത്തൊരു നേരത്ത് സയ്യിദുനാ മൂസ നബി പറഞ്ഞ വാക്കാണ് ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട്. നമുക്കങ്ങനെ തോന്നാറുണ്ടോ? അല്ലാഹുവിൻ്റെ കൂടെയുണ്ട്. ഏറ്റവും വലിയ അറിവുകളിൽപ്പെട്ട ഏറ്റവും വലിയ അറിവാണിത്, അല്ലാഹു കൂടെയുണ്ട് എന്നറിയുന്ന അറിവ്. ഈ അറിവാണിന്ന് കിട്ടേണ്ടത്. ആ അറിവില്ലാതെ നമ്മൾ കുറേ എന്തൊക്കെ നമ്മൾ മസ്അല പഠിച്ചു വെച്ചാലും ഈ അറിവ് കിട്ടാതെ പോയാൽ അതൊന്നും നമുക്ക് ഉപകാരപ്പെടുന്നില്ല, അല്ലേ? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. 12,000 ആളുകളുടെ മനസ്സിൽ വന്ന നിരാശയെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാം, കലീമുള്ളയാണ്, കല്ലാ, ഒരിക്കലുമില്ല മക്കളെ, നിങ്ങൾ എന്തായി പറയുന്നത്? നമ്മൾ കുടുങ്ങുകയോ? നമ്മൾ അല്ലാഹുവിൻ്റെ ദീനിന്റെ ദഅവത്തുമായി വന്നവരല്ലയോ? അടിച്ചമർത്തപ്പെട്ട മദ്ലൂമീങ്ങളല്ലയോ? നമ്മളെ അല്ലാഹു കൈവടിയുകയില്ല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന് മൂസ നബി പറയേണ്ട താമസം അതാ വരുന്നു വഹി. ഫളുരിബ് ബിഅസാകൽ ബഹർ, ആ കടലിൽ അങ്ങയുടെ കയ്യിലെ വടി കൊണ്ട് അടിച്ചോളൂ മൂസ നബിയെ. ഇപ്പോഴല്ലേ കടൽ പിളരുന്നത്? അതല്ലേ ബൈബിൾ പുസ്തകം എക്സോഡസ് എന്ന് പറയുന്ന ചാപ്റ്ററാക്കി അതിൻ്റെ കഥ പറയുന്നത്. ഇസ്രായേൽ മക്കൾ 12,000 ആളുകൾ കടൽ കടന്നു പോയ രംഗം മൂസ നബിയുടെ ഒരൊറ്റ സിഖത്താണ്, മൂസ നബിയുടെ തവക്കുലാണ് അലൈഹിസ്സലാം. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത മനുഷ്യന്റെ സെൻസുകൾക്ക് അതീതമായൊരു ലോകം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് കാണാൻ കഴിയുന്നിടത്താണ് മുഅ്മിനായ മനുഷ്യൻ മുഅ്മിനാകുന്നത്. കണ്ണുകളെ കൊണ്ട് നമ്മൾ ഇങ്ങനെ കാണുന്നൊരു ലോകത്തിനപ്പുറം ഈ പരിശുദ്ധമായ സദസ്സിൽ അല്ലാഹുവിൻ്റെ മലക്കുകൾ ഇരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നിടം. ഉദാഹരണം, സ്വർഗവും നരകവും ഖബറിന്റെ അദാബും ഖബറിന്റെ ലദ്ദത്തും അവിടുത്തെ മുചഅച്ചുമെല്ലാം അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്. കണ്ണുകൾക്ക് അതീതമായ സെൻസറി ഫാക്കൽറ്റികൾക്ക് അതീതമായ
അള്ളാഹുവിന്റെ ഗൈബിയായ ഒരു ലോകം ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള ഖൽബുകൾക്ക് വിശുദ്ധ ഖുർആൻ ഒരു നൂറായി പ്രകാശമായി ലഭിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് അതൊരു പുസ്തകമാണ്, അവർ വായിച്ചു തീർക്കും. പറഞ്ഞു ഖുർആൻ ഞാൻ വായിച്ചിട്ടുണ്ട്, ചിലരൊക്കെ പറയാറുണ്ട് അങ്ങനെ. ഇസ്ലാമിലേക്ക് വരണം, പഠിക്കണം, അള്ളാഹുവിനെ അറിയണം എന്നൊരു ലക്ഷ്യമൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, വെറുതെ ഒരു റീഡിങ് അങ്ങനെ വായിക്കാം. പക്ഷേ ഖുർആനിൻ്റെ ഹുദ കിട്ടൂല. ഹുദ കിട്ടുന്നവർ നമ്മുടെ കണ്ണുകൾക്ക് അതീതമായൊരു ലോകം മുമ്പിലുണ്ട് എന്ന് കാണുന്നവരാണ്. അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു യാത്രയെക്കുറിച്ച് ഓർക്കുന്നവരാണ്. അതുകൊണ്ടാണ് സാഹിബൂ മൻ തുദക്കിറുകുമുല്ലാഹ റുയതുഹു വമൻ യസീദുകും ഫിൽ അമലി ഖൗലുഹു വമൻ യുറഗിബുകും ഫിൽ ആഖിറതി അമലുഹു. നിങ്ങൾക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ വേണം, നല്ല നല്ല കൂട്ടുകാർ വേണം, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, സാദാത്തുക്കൾ, അവരെ നിങ്ങൾ കൂട്ടുപിടിക്കണം. ആരൊക്കെയാണ് അവരെന്നറിയണേ. മൻ തുദക്കിറുകുമുല്ലാഹ റുയതു, ആരെ കാണുമ്പോഴാണോ നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുന്നത്? ആരെ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരുന്നുവോ അവർ. വമൻ യസീദുകും ഫിൽ അമലി ഖൗലുഹു, ഏതൊരാളിൻ്റെ വാക്കുകളാണോ നിങ്ങൾക്ക് അമല് ചെയ്യാൻ നിമിത്തമാകുന്നത്? ഏതൊരു പണ്ഡിതൻ, ഏതൊരു ആലിമ്, ഏതൊരു മുദരിസ്, ആരുടെ വാക്കുകൾ കേൾക്കുമ്പോഴാണോ എൻ്റെ അമലുകൾ ഇത്ര പോരാ, എനിക്ക് അമലുകൾ വർദ്ധിപ്പിക്കണം എന്ന് തോന്നുന്നത്? വമൻ യുറഗിബുകും ഫിൽ ആഖിറതി അമലുഹു, ആരുടെ കർമ്മങ്ങൾ കാണുമ്പോഴാണോ, അമലുകൾ കാണുമ്പോഴാണോ ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിനുള്ളിൽ ആനന്ദം കുറിക്കുന്നത്? ലോകത്തേക്ക് പോകണം, ആഖിറത്തിലേക്ക്, എൻ്റെ റബ്ബിൻ്റെ അരികത്തേക്ക് പോകണം. അങ്ങനെയാണ്. അതിൻ്റെ മസ്റഅത്താണ് ഈ ലോകം. ലോകത്തോട് വിട പറയുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന നേരം അല്ലാഹുവിനോട് പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ്? നമ്മൾ അവസാനം മരിക്കുന്ന നേരത്ത് പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അലൈഹാ നഹ്യാ വ അലൈഹാ നമൂതു വ അലൈഹാ നുബ്അസു ഇൻഷാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു എന്താ പറഞ്ഞു? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതൊരു ഇൽമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ നാവ് കൊണ്ട് ചൊല്ലണം, ചൊല്ലിയ കൂലി കിട്ടും, ഉറപ്പാണ്. പക്ഷേ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. There is nothing, no one, no deity worthy of worship except Allah. ഇത് അറിയേണ്ട ഒരു ഇൽമാണ്. അല്ലാഹു അങ്ങനെയാണ്. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഇത് പഠിക്കേണ്ട ഒരു ഇൽമാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പഠിക്കേണ്ടതാണ്. നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഒരാൾ വന്നിട്ട് നമ്മൾ രണ്ട് വസ്വാസിൻ്റെ വർത്താനം പറഞ്ഞാൽ നമ്മുടെ അഖീദ ഇളകുമോ? ഒരു നിരീശ്വരവാദിൻ്റെ 2 ഡയലോഗ് കേട്ടാൽ നമ്മുടെ വിശ്വാസം എവിടെ പോകും? പാറ പോലെ ഉറച്ചു നിൽക്കാൻ കഴിയോ? കൈഫ ഈമാനുക യാ അമ്മാർ കൈഫ ഖൽബുക. ഖൽബിൽ എങ്ങനെയുണ്ട് അമ്മാറേ? നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന വിശ്വാസം എങ്ങനെയാണ്? മുശ്രിക്കീങ്ങൾ പിടിച്ചു വെച്ചിട്ട് മതം മാറണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു അമ്മാർ ഇബ്നു യാസിർ തങ്ങളെ. അവരുടെ ഉപ്പയായ യാസിർ തങ്ങളും ഉമ്മയായ സുമയ്യ ബിൻതു ഖയ്യാത്ത് റളിയല്ലാഹു അൻഹ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും ഈ ഉമ്മത്തിലെ ആദ്യത്തെ ശുഹദാക്കളിൽപ്പെട്ടവരാണ്. നബിയെ, ഞാൻ കുഫറിലേക്ക് പോയിട്ടില്ല നബിയെ, രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ചില എക്സ്ക്യൂസുകൾ പറഞ്ഞു പോന്നിട്ടുണ്ട്. അമ്മാറേ, നിങ്ങളുടെ ഖൽബ് എങ്ങനെയുണ്ട്? മുത്മഇന്നും ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്, ശാന്തമാണ് നബിയെ എൻ്റെ ഹൃദയം, ഈമാൻ കൊണ്ട് ശാന്തമാണ്, ഈമാൻ കൊണ്ട് ശാന്തമാണ്. നോക്കണേ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിക്കുന്നത് അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളാണ്. സൂറത്തുൻ നഹ്ൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون.
ഒരു ഇല കാണുമ്പോൾ, ഒരു ചെടി കാണുമ്പോൾ, ഒരു പക്ഷി കാണുമ്പോൾ, ഒരു മണൽത്തരി കാണുമ്പോൾ, ആകാശലോകങ്ങൾ കാണുമ്പോൾ, മനുഷ്യരെ കാണുമ്പോൾ, ജീവികളെ കാണുമ്പോൾ, ജീവജാലങ്ങളെ കാണുമ്പോൾ, നമ്മുടെ കണ്ണുകൾക്ക് വിഷയീഭവിക്കാത്ത കോടിക്കണക്കിന് ജീവികൾ ഈ എയറിൽ നമ്മുടെ കൺമുമ്പിലൂടെ കളിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ അറിയുമ്പോൾ സുബ്ഹാനക യാ റബ്ബ്, അല്ലാഹുവേ നീ എത്ര വലിയ പരിശുദ്ധനാണ്, നീ എത്ര വലിയ പരിശുദ്ധനാണ്. അല്ലാഹുവിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്നതാണ് ഈ അല്ലാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളും. ഏത് സൃഷ്ടിയെയും കാണുമ്പോൾ അല്ലാഹുവേ നിന്റെ സൃഷ്ടിയാണല്ലോ ഇത്. എന്തൊരത്ഭുതമാണല്ലേ, എന്തൊരത്ഭുതമാണല്ലേ. എല്ലാറ്റിലും ഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. അല്ലാഹു ഏകനാണെന്ന് വിളിച്ചറിയിക്കാത്ത എന്താണ് ലോകത്തുള്ളത്? അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ ഏതിലും എന്തിലും അല്ലാഹുവിലേക്കുള്ള വഴികൾ കാണുന്നവരാണ്, കണ്ടെത്തുന്നവരാണ്. പഴയ ജീവിതത്തിന് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യരാവാൻ പറ്റുമോ ഇൽമില്ലാതെ? എന്ത് ഇൽമ്? കമ്പ്യൂട്ടറിൽ കീബോർഡിൽ കളിക്കാനുള്ള ഇൽമാണോ? അല്ല ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൽമ, വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്ന ഇൽമാണോ? ഇൽമ് എന്ന് പറയുന്ന അറിവ് എന്താണ്? നമ്മുടെ സൃഷ്ടാവിനെ അറിയാനും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലാനും ആനന്ദത്തോടെ റബ്ബിന് ശുക്ർ ചെയ്യാനും കഴിയുന്ന അറിവ്. ആ അറിവ് കിട്ടാതെ മരിച്ചുപോയാൽ ഭയങ്കര നഷ്ടമല്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. ദിക്റുകളിൽ എത്രയോ ശ്രേഷ്ഠമായൊരു ദിക്റാണിത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 4 കലിമാത്ത്, 4 വാക്കുകളാണിത്. ഏത് ആദ്യം പറഞ്ഞാലും ഏത് അവസാനം പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പോലും തങ്ങൾ പറഞ്ഞു. ഈ 4 കലിമത്തുകളെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എന്താണ് ആ പറയുന്ന വാക്കുകളുടെ അർത്ഥം? എന്താ അറിയുന്നത്? എത്ര വലിയ ഗൗരവമുള്ള വാക്കുകളാണ്. അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, ഒരു ന്യൂനത പോലുമില്ലാത്തവൻ. നമ്മൾ ന്യൂനതയുള്ളവരാണ്. നമുക്ക് ഉറങ്ങണം, വിശ്രമിക്കണം, അത് തന്നെ വലിയൊരു ന്യൂനതയാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. ഉറങ്ങാണ്ടിരിക്കാൻ പറ്റും? ഇപ്പോൾ സമയം ഇങ്ങനെ നോക്കുന്നുണ്ട്, റബ്ബേ 10:45. ഇനിയിപ്പോൾ തങ്ങൾ പാപ്പ വന്ന് 2 വാക്ക് ആശംസയും പറഞ്ഞിട്ടല്ലേ എന്തായാലും പരിപാടി പിരിയുള്ളൂ. ഞാൻ എപ്പോഴാണ് പരിക്കെത്തുക അല്ലേ? എനിക്കൊന്ന് ഉറങ്ങണ്ടേ, ഒന്ന് വിശ്രമിക്കണ്ടേ ആലോചിക്കുന്നുണ്ടാവും. ചിലർ നേരത്തെ ആലോചിച്ചിട്ട് പോയിട്ടുണ്ടാവും. എന്തേ? നമുക്ക് വിശ്രമം വേണം. അല്ലാഹു ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. നോ സ്ലീപ്പ് നോർ സ്ലംബർ വിൽ ഓവർടേക്ക് ഹിം. ഉറക്കമോ തൂങ്ങിയുറക്കമോ അള്ളാഹുവിനെ ബാധിക്കുന്നില്ല. യാ അല്ലാഹ്, നമുക്ക് ഉറങ്ങണം, അത് ന്യൂനതയാണ്. സുബ്ഹാനല്ലാഹ്, എൻ്റെ റബ്ബിന് ഒരു ന്യൂനതയുമില്ല. റുകൂഇലേക്ക് പോകുമ്പോൾ നമ്മൾ കുനിയുകയാണ്. കുനിയെന്ന് പറഞ്ഞ ഒരു തരം തദല്ലുലാണ്. നമ്മൾ താഴ്ന്നു കൊടുക്കുകയാണ്. എൻ്റെ റബ്ബ് താഴ്ന്നു കൊടുക്കുന്നവനല്ല. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി. അദീമായ റബ്ബേ, ഞാൻ നിന്നെ സ്തുതിക്കുകയാണ്. ഞാൻ റുകൂഇന്റെ പൊസിഷനിലാണ് കിടക്കുന്നത്. എന്നാൽ നീ സുബ്ഹാന, നീ എല്ലാറ്റിനും മീതെ റബ്ബേ. നിനക്ക് കുനിയേണ്ട കാര്യം, നീ ആരുടെ മുമ്പിലും തല കുനിക്കൂല റബ്ബേ. സുജൂദിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ്റെ അഷ്റഫായ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യൻ്റെ അവയവമാണ് തല, നെറ്റി, മുഖം. അത് മണ്ണിൽ വെക്കുകയാണ്, മണ്ണിലേക്ക് വെക്കുകയാണ്. കാർപ്പറ്റിലൊക്കെ ഇങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ ആ ഒരു ഫീല് കിട്ടൂല. മണ്ണിലാണ്, ഭൂമിയോളം നമ്മൾ താഴ്ന്നു കിടന്നിട്ടായി തല കുനിക്കണത് എന്ന് ചിലപ്പോൾ തോന്നിക്കൊള്ളണമെന്നില്ല. നമ്മുടെ പള്ളികളൊക്കെ ഉള്ളൊരു ഉഷാറിലെ പള്ളിയാണ്. കാർപ്പറ്റ് എടുത്ത് മാറ്റണം എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണത്. നമ്മൾ നടക്കുന്ന സ്ഥലത്താണ് ഈ തല വെക്കുന്നത്, കാല് ചവിട്ടുന്ന സ്ഥലത്താണ് ഈ തല വെക്കുന്നത്. എന്നിട്ട് എന്താ അള്ളാഹിനോട് പറയുന്നറിയോ? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അല്ലാഹുവേ, നീ ഏറ്റവും മീതയാണ് റബ്ബേ, ഞാൻ ഏറ്റവും താഴെയാണ്. ഞാൻ മണ്ണിലാണ് കിടക്കണത് റബ്ബേ. നിനക്ക് ഈ ന്യൂനതയില്ല റബ്ബേ. നീ ആരുടെ മുമ്പിലും തലകുനിക്കുന്നവനല്ല. ഞങ്ങൾ നിന്റെ ഇബാദുകളാണ്, നീ ഞങ്ങളുടെ മഅബൂദാണ്. ഞങ്ങൾ താഴെയാണ്, നീ എപ്പോഴും മീതയാണ്. താഴ്ച എന്ന് പറയുന്ന നഖ്സ് അല്ലാഹുവേ നിനക്ക് ബാധിക്കുന്നില്ല. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി.
അള്ളാഹുവിനെ പുകഴ്ചയാണ് നമ്മൾ. ഇതൊക്കെ കൽബറിഞ്ഞുകൊണ്ട് ചൊല്ലിയാണ്ടല്ലോ നിസ്കാരം കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഇങ്ങനെ നൂറിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ എത്ര സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കൽബിലേക്ക് അതിൻ്റെ അർത്ഥം പോയിട്ട് നമ്മൾ എന്താ ചിന്തിച്ചിട്ടുണ്ടാവുക? അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. അൽഹംദുലില്ലാഹ്. പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും ശുക്ർ. ആ ശുക്റിൻ്റെ അടിസ്ഥാനം അർഹിക്കുന്നത് റബ്ബേ നീ മാത്രമാണ്. ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്തെന്നാൽ പോലും ആ ശുക്ർ പോലും അതിൻ്റെ യഥാർത്ഥ മുസ്തഹിഖ് അല്ലാഹുവാണ്. മനുഷ്യൻ സഹായിക്കണമെങ്കിൽ ആ സഹായിക്കുന്ന വ്യക്തിയുടെ കൽബിൽ സഹായം സ്വീകരിക്കുന്നവനോട് ഒരു റഅഫത്ത് അള്ളാഹ് തോന്നിപ്പിച്ചു കൊടുത്തേ മതിയാവും. ഇല്ലെങ്കിൽ ആ കാര്യം നടക്കുമോ? നടക്കൂല. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ പള്ളിയുടെ പിരിവിനാണ്, സ്ഥാപനത്തിൻ്റെ ആചരിത്ത് പോയാൽ നടക്കും, റെസിറ്റ് ബുക്ക് എടുത്ത് പോകും, മൂപ്പരിപ്പോൾ ഒന്നും കൊടുത്തില്ല എന്ന് വരും. എന്തേ? ആ മനുഷ്യൻ്റെ കൽബിൽ ഇടപെടുന്നത് അള്ളാഹുവാണ്. ആ ഇടപെടലിന് ആ മനുഷ്യൻ്റെ കൽബിൻ്റെ ഹൃദയവിശുദ്ധി അതിന് കാരണമാണ്. പക്ഷെ റബ്ബിൻ്റെ ഒരു ഇടപെടൽ അവിടെ നടന്നിട്ടില്ലേ, കാര്യം നടക്കൂല. അതുകൊണ്ടാണ് ശുക്ർ മുഴുവനും അർഹിക്കുന്നത് അള്ളാഹുവിനാണ്. മനുഷ്യനോട് പറയുന്ന നന്ദി പോലും അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദിയാണ്. ലം യഷ്കുരില്ലാഹ മൻ ലം യഷ്കുരിന്നാസ്. ജനങ്ങളോട് നന്ദി പറയാത്തവൻ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞിട്ടില്ല. ആ നന്ദി അള്ളാഹുവിന് അർഹിക്കുന്നതാണ്. വലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, പരമമായ മനുഷ്യന്റെ ബഹുമാനവും ആദരവും, മനുഷ്യന്റെ ഇബാദത്തും എല്ലാ സുജൂദും, എല്ലാ തരത്തിലുമുള്ള പരമമായ മനുഷ്യന്റെ വിധേയത്വം അതർഹിക്കുന്ന കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്തവനായ ഈ ലോകത്ത് അങ്ങനത്തെ പടച്ചവനെ നീയാണ്, നിന്റെ പേരാണ് അല്ലാഹ് എന്നും അഷ്റഫുൽ ഖൽഖ് തങ്ങളും അംബിയാവും പഠിപ്പിച്ചു തന്നത്. ആ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഇത് മനുഷ്യന്റെ മനസ്സിൽ ഫിത്രത്തിന്റെ ഭാഗമാണെന്നാണ്. ഫിത്രത്താണിത്. ബൈ നേച്ചർ ഹ്യൂമൻ ബീയിങ് ഈസ് എ ബിലീവർ. അതാണ് ഞങ്ങൾ ഫിത്രത്തിന്റെ ഹദീസ്. അതാണ് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഒരുപാട് വാക്കുകളിൽ ഹദീസ് വന്നിട്ടുണ്ട്. അതിൽ ഒരു റിവായത്ത് ഇങ്ങനെ, ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്വിറാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുശ്രികാനിഹി. മുസ്ലിമാക്കുക എന്ന് പറഞ്ഞിട്ടില്ല, മാതാപിതാക്കളാണ് മുസ്ലിമാക്കണത് അല്ല, അത് അസ്ലാണ്. അവൻ്റെ ഉമ്മയോ വാപ്പയോ അവൻ്റെ പരിസരങ്ങളോ സാഹചര്യങ്ങളോ ചുറ്റുപാടുകളോ ആണ് ഒരു മനുഷ്യനെ, ഒരാളെ മറ്റു മതവിശ്വാസിയായി മാറ്റുന്നത്. അവരുടെ ബൈ ഡിഫോൾട്ട് ഏകനായ ഒരു പടച്ചവനെ അംഗീകരിക്കാനുള്ള പക്വതയിലും വ്യക്തതയിലും ക്ലാരിറ്റിയിലുമാണ്, ശുദ്ധതയിലുമാണ് ഓരോ കുഞ്ഞും ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത്. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ ആരുമില്ലാതെ, ഒരു മദ്രസ സ്കൂളില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി, ഒരു ദ്വീപിൽ കൊണ്ടുപോയി വളർത്തി എന്ന് ഇരിക്കട്ടെ. അള്ളാഹുവിനെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ ദീനിനെക്കുറിച്ചോ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. സങ്കല്പിക്കുക, അങ്ങനെ ഒരു കുട്ടി താനേ വളർന്നാൽ പ്രായപൂർത്തിയെത്തുന്നതോടുകൂടെ, ചിന്ത പുരോഗമിക്കുന്നതോടുകൂടെ ആ കുട്ടിക്കറിയാം ഈ പ്രപഞ്ചം, ഇതിനൊരു ലക്ഷ്യമുണ്ട്, ഇതുണ്ടാക്കിയ ആൾ ഒന്നാണ്, അള്ളാഹുവാണ് പേരെന്ന് പറഞ്ഞില്ല എന്ന് വരും. പക്ഷേ ഒരു പടച്ചവനെ ഉണ്ടാവാൻ പറ്റും, രണ്ടാൾ പറ്റില്ല, ഒന്നേ ഒന്ന്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിൻ്റെ അതില്ലത്തുകളിൽ ഒന്ന് ഫിത്രത്താണ്, രണ്ടാമത്തേതാണ് തമാനു, ലൗ കാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത. അടുത്തതാണ് തസ്ഖീർ, സർവ്വ വസ്തുക്കളെയും അള്ളാഹു തസ്ഖീർ ചെയ്ത്. ഈ മൂന്ന് ദലാലത്തുകളാണ് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ സൂചിപ്പിക്കുന്നത്. അതിലേറ്റവും ആദ്യത്തേത് ഫിത്രത്താണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ആന്ത്രോപോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിസർച്ച് ഹെഡാണ് ഡോക്ടർ ജസ്റ്റിൻ ബാരറ്റ്. അദ്ദേഹത്തിൻ്റെ 10 കൊല്ലം നടത്തിയ പഠനത്തിൻ്റെ റിസൾട്ട് ഈ അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്തത്. പക്ഷെ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, പക്ഷേ അദ്ദേഹം സയൻറ്റിസ്റ്റാണ്. ഡോക്ടർ ജസ്റ്റിൻ ബാരറ്റ് അദ്ദേഹത്തിൻ്റെ പഠനം അവസാനിപ്പിച്ചുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നത് എന്താ? ഈ ഫിത്രത്തിൻ്റെ കാര്യം. അദ്ദേഹം പറഞ്ഞു, നമ്മൾ വിചാരിച്ച പോലെയല്ല, കുട്ടികളെ ആരും ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർ ജന്മന അവർക്കറിയാം ഈ പ്രപഞ്ചത്തിന് there is a genuine purpose. ഈ പ്രപഞ്ചത്തിന് ഒരു മാന്യമായ ഒരു ലക്ഷ്യം ഈ പ്രപഞ്ചത്തിനുണ്ട്. ഇത് വെറുതെ ഉണ്ടായതല്ല. പിന്നെ
and there is a creator. ഇതിനെ ഉണ്ടാക്കിയ ഒരു ഖാലിഖുണ്ട്. ഖാലിഖിൻ്റെ പേര് ഇപ്പോൾ എന്തോ ആവാം, പക്ഷെ അവർ പേരൊന്നും വിളിച്ചോണമെന്നില്ല. ഇതിനൊരു സ്രഷ്ടാവുണ്ട് എന്ന് എല്ലാ കുട്ടികൾക്കും അറിയാം. കുട്ടികളുടെ ബ്രെയിൻ അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടാണ് വരുന്നത് എന്ന്. സുബ്ഹാനല്ലാഹ്, അത്ര വലിയ അത്ഭുതമാണത്. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. അതാണ് ഫിത്റത്ത്. അള്ളാഹു ഇൽഹാം ചെയ്തതാണ് ഓരോ നഫ്സിനും. ഷർറിൻ്റെയും ഖൈറിൻ്റെയും ബേസിസ്, അതിൻ്റെ അസാസ് എല്ലാ കുട്ടികൾക്കും അറിയുന്നു. അതിനെ പരിപോഷിപ്പിക്കാനാണ് ശരീഅത്ത് വന്നത്, അതിനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീ ഏറ്റവും വലിയവനാണ്. പടച്ചവനെ, നിന്റെ വിഷയമാണ് ഏറ്റവും വലുത്. അള്ളാഹിൻ്റെ ഇസ്മുൽ അല്ലാഹുവിന് അക്ബർ എന്ന് പറഞ്ഞ ഇസ്മില്ല. അബ്ദുൽ അക്ബർ ഉണ്ടാവില്ല, അബ്ദുൽ കബീറേ ഉണ്ടാവുള്ളൂ. അള്ളാഹു കബീറാണ്. അവിടെ അക്ബർ, കബീറൻ അല്ലാതെ ആരാ? അള്ളാഹു അല്ലാത്ത സർവ്വതും സഗീറല്ലേ. പിന്നെ അള്ളാഹിനെ പറ്റി അക്ബർ പറഞ്ഞു, അള്ളാഹ് കബീറാണ് മതി, ബാക്കിയൊക്കെ സഗീറാണ്. അള്ളാഹ് അക്ബർ എന്ന് പറയുമ്പോൾ കബീർ എന്ന് പറയാൻ ആരെങ്കിലും ഇവിടെ വേണ്ടേ? അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അക്ബറില്ല, എന്തേ ഉള്ളൂ? കബീറേ ഉള്ളൂ. പിന്നെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അംറുല്ലാഹി അക്ബർ. അള്ളാഹുവിൻ്റെ വിഷയങ്ങളിൽ ഏറ്റവും വലുതാണ്. നമ്മുടെ ജോലി തിരക്ക്, നമ്മുടെ ടെൻഷൻ, നമ്മുടെ കുടുംബം, നമ്മുടെ യാത്ര, നമ്മുടെ വീട്, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വിശപ്പ്, ദാഹം, ഇതിനേക്കാളൊക്കെ വലുതാണ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അള്ളാഹുവിൻ്റെ വിഷയം ഏറ്റവും വലുതാണ്. ഇത് മനസ്സുകൊണ്ട് നാവുകൊണ്ട് അർത്ഥമറിഞ്ഞ് പറയുന്ന ഒരു മനുഷ്യന് അല്ലാഹു നൽകുന്നൊരു സാമീപ്യമുണ്ട്, ഒരടുപ്പമുണ്ട്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഹബീബായ നബി തങ്ങൾ വഫാത്താകുമ്പോൾ എന്താ പറഞ്ഞത്? അവസാന വാക്കെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല തങ്ങൾ പറയുന്നത്. തങ്ങളത് പഠിപ്പിക്കാൻ വന്ന നബിയാണ്, തങ്ങൾ അതിലും മീതയാണ്. തങ്ങൾ എന്താ പറഞ്ഞത് അവസാനം? ബലിർ റഫീഖൽ അഅ്ലാ. അല്ലാഹുവേ, നിന്റെ ഉന്നതമായ സാമീപ്യം എനിക്ക് വേണം. ഇത് 3 തവണ പറഞ്ഞുകൊണ്ടാണ് പുണ്യ നബി വഫാത്തായത്. നമ്മൾ പറയേണ്ടത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയത് നമ്മൾ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമിനാ യൗമ നൽഖാക്. അല്ലാഹു, നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം ഞങ്ങളുടെ ദിവസങ്ങളിലെ ഏറ്റവും നല്ല ദിവസമാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ജഅൽ അസ്അദ അയ്യാമിനാ യൗമ നൽഖാക്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഹബീബായ നബി തങ്ങൾ മഹദിയുടെ وأنه صلى الله عليه وسلم مات ما بين النحري وحجري. എൻ്റെ മടിത്തട്ടിൻ്റെയും എൻ്റെ കഴുത്തിൻ്റെയും ഇടയിൽ കിടന്നുകൊണ്ടല്ലേ ഹബീബ് വഫാത്തായത്. അത്രത്തോളം വലിയൊരു മഹത്വം ആർക്കാണ് അവകാശപ്പെട്ടത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹദിയുടെ ഫളായിലുകൾ, മഹദി തന്നെ അഭിമാനം പറയുമ്പോൾ പറയുന്ന വാക്കാണത്. എൻ്റെ ഹബീബ് എൻ്റെ മടിയിൽ കിടന്നല്ലേ വഫാത്തായത്. അവിടുത്തെ അവസാന നേരം ഹബീബിൻ്റെ വായിലേക്ക് ചേർന്നത് എൻ്റെ ഉമ്മിനീരാണ്. എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ, അബ്ദുറഹ്മാൻ എന്ന എൻ്റെ സഹോദരൻ മിസ്വാക്ക് കൊണ്ടുവന്നപ്പോൾ അതിലേക്ക് തങ്ങൾ നോക്കുന്നത് കണ്ടപ്പോൾ വേണോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ കണ്ണുകൊണ്ട് വേണമെന്ന് പറയുകയും അത് ഞാൻ നബി തങ്ങൾക്ക് വേണ്ടി എൻ്റെ വായിലിട്ട് ഒന്ന് പരുവപ്പെടുത്തി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് കൊടുത്തപ്പോൾ എൻ്റെ വായിലെ ഉമിനീര് ഹബീബിൻ്റെ ആ വായിലേക്ക് ഈ ബ്രഷിലൂടെ, മിസ്വാക്കിലൂടെ, സിവാക്കിലൂടെ ഹബീബിൻ്റെ വായിലേക്ക് ചേർന്നിട്ടുണ്ട് എന്ന് അഭിമാനം പറഞ്ഞിട്ട് ബീവി പറയുന്ന അവസാനം ഹബീബായ നബി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ബലിർ റഫീഖൽ അഅ്ലാ, ബലിർ റഫീഖൽ അഅ്ലാ, ബലിർ റഫീഖൽ അഅ്ലാ. അറിവുകളുടെ, ജ്ഞാനങ്ങളുടെ ഏറ്റവും വലിയ അറിവാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന അറിവ്. അറിവുകളുടെ ഏറ്റവും വലിയ സമറത്താണ് പടച്ചവനിലേക്ക് അടുക്കാൻ പറ്റുക എന്നത്. അള്ളാഹുവേ, എനിക്കതല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് നിന്റെ ഉന്നതമായ സ്ഥാനമാണ് എന്ന് പറയുമ്പോൾ തങ്ങൾക്ക് മറ്റെന്തോ ഒരു ഖിയാർ അവിടെ നൽകപ്പെട്ടിട്ടുണ്ടോ എന്ന് അവിടെ ചോദ്യം വരും. കാരണം ബൽ അല്ല, എനിക്ക് അതല്ല വേണ്ടത്. ഈ ദുന്യാവിൽ നബിയെ, ഈസ നബിയെ ഞാൻ ജീവിപ്പിച്ച പോലെ, ഖിദർ നബി അലൈഹിസ്സലാമിനെ ജീവിപ്പിച്ച പോലെ, അലാ അഷ്ഹരിൽ അഖ്വാൽ, അമ്പിയാക്കന്മാർക്ക് മരണം സംഭവിക്കാതെ ഖിയാമത്ത് നാൾ വരെ ആഫിയത്തോടെ, ആരോഗ്യത്തോടെ ആയുസ് കൊടുക്കാൻ അള്ളാഹുവിന് കഴിയുമല്ലോ. നബിയെ, ഞാൻ അങ്ങേക്ക് ഒരു ദീർഘായുസ് തന്നോട്ടെയോ? ഇവിടെ തന്നെ നിൽക്കുന്നോ, മദീനത്ത് നിൽക്കുന്നോ നബിയെ? ആരോഗ്യം ക്ഷയിക്കാതെ, രോഗം വരാതെ, വാർദ്ധക്യം തളർത്താതെ,
ഖിയാമത്ത് നാൾ വരെ അങ്ങേക്ക് അധികാരവും സമ്പത്തും നുബുവത്തും നിലനിർത്തി ഞാൻ തരാം, അതെല്ലാം അങ്ങ് എൻ്റെ അരികത്തേക്ക് പോരുന്നുണ്ടോ എന്ന് അസ്വാദിഖുൽ മസ്ദൂഖിനോട് ചോദിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതിൻ്റെ മുമ്പും ചോദിച്ചിട്ടുണ്ട്. ഇഖ്തിയാറിൻ്റെ ഹദീസുകളുണ്ടല്ലോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞതൊക്കെ. ബലിർ റഫീഖൽ അലാ ഇല്ല റബ്ബേ, ഇല്ല, ഞാൻ റബ്ബേ അങ്ങയുടെ അരികത്തേക്ക് വരികയാണ്, ഞാൻ അല്ലാഹുവേ അങ്ങയുടെ സാമീപ്യത്തിലേക്ക് വരികയാണ്. ബലിർ റഫീഖൽ അലാ, അല്ലാഹുവിനെ പറ്റി നീ എന്ന് പറയാതെ രക്ഷപ്പെടാൻ വല്ല വകുപ്പുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നാണ്. എന്നാൽ ഒരു പ്ലൂരാലിറ്റിയോ അള്ളാഹുവിൻ്റെ വഹ്ദാനീയത്തിന് എതിര് വരുന്ന വാക്കുകളോ ആവും ചെയ്യരുത്. അടച്ചോ നീ എന്നൊക്കെ പറയാം, നമ്മൾ ചെറിയ ചെക്കന്മാരോട് പറയണ പോലെ അള്ളാഹിനോട് പറയാണ്. അല്ല, അള്ളാഹുവിനെ പറ്റി നിങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിലേ രണ്ടോ എന്ന് തോന്നിപ്പോകൂലേ? അള്ളാഹു ഒന്നല്ലേ? അപ്പോൾ പിന്നെ നീ എന്ന് പറയാനേ വകുപ്പുള്ളൂ. പക്ഷെ ആ പറയുമ്പോഴേ കൽബിനുള്ളിൽ ഭയങ്കര പേടി വേണം. നീ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുള്ളവരോട് നീ എന്ന് പറയുന്ന പോലെ അള്ളാഹുവിനോട് പറയാൻ അത്രക്ക് നമ്മൾ ധൈര്യമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പറയാൻ പാടുണ്ടോ എന്നറിയില്ല. പുണ്യ നബിയോട് നമ്മൾ അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെ ഖാലിഖായ റബ്ബിനോട് പറയാം? മനസ്സിൽ ഭാഷയ്ക്ക് പരിമിതി ഉണ്ട്. അള്ളാഹുവിനെ കുറിച്ച് എന്താ അവൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ ഹീ എന്ന് പറയും. കുട്ടികൾ ചോദിക്കും അള്ളാഹ് ആണായിട്ടാണോ, അള്ളാഹ് മാസ്കുലിനാണോ? അല്ല. പിന്നെ ഭാഷയ്ക്ക് അത്രേ പരിമിതിയുള്ളൂ. അള്ളാഹിനെ പറ്റി ഷീ എന്ന് പറയാൻ പറ്റില്ല, പെണ്ണുങ്ങൾക്ക് പറയാം. ദേ എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്. അതും ഇറ്റ് എന്ന് പറയുമ്പോൾ ജീവനില്ലാത്ത അള്ളാഹ് ഹയ്യുൻ ഖയ്യൂമ. പിന്നെ ആകെ ഒരു വകുപ്പുള്ളത് ഹീ എന്ന് പറയാനാണ്. എന്നല്ലാതെ അള്ളാഹു മാസ്കുലിനായതുകൊണ്ട്, അള്ളാഹു ദഖറായതുകൊണ്ടല്ല. അങ്ങനെയല്ലേ പറയേണ്ടത്? അള്ളാഹു തആല റബ്ബ് തആലയെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ അള്ളാഹുവിനെ ബാധിക്കുന്നില്ല. പടച്ചവനെ അവിടുത്തെ സാമീപ്യം എനിക്ക് നൽകണമേ എന്ന് 3 തവണ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞുകൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ഇവിടെ പറയുന്നത്. ബലിർ റഫീഖൽ അല. ജീവിതത്തിൻ്റെ ഒരു അവസാനം നോക്കി നിങ്ങൾ. ഇഖ്റ, വായിക്കണേ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച നുബുവത്ത് റഫീഖുൽ അല കൊണ്ട് അവസാനിക്കുകയാണ്. വായന എത്തിച്ചേരേണ്ടത് റഫീഖുൽ അലയിലേക്കാണ്. നമ്മുടെ ഇൽമ് എത്തിച്ചേരേണ്ടത് അങ്ങോട്ടാണ്. നമ്മുടെ സംഘടനാ സംവിധാനങ്ങളും നമ്മുടെ സമ്മേളനങ്ങളും നമ്മുടെ കൂടിയിരുത്തങ്ങളും നമ്മുടെ ജാഥകളും നമ്മുടെ പ്രകടനങ്ങളും ഇതൊക്കെ റഫീഖുൽ അലയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നതാകണം. അതിനാണ് ഇഖ്റ കൊണ്ട് തുടങ്ങി റഫീഖുൽ അല കൊണ്ട് അല്ലാഹു അവസാനിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞ ഭാര്യയുടെ ചരിത്രം നമ്മൾ കേൾക്കുന്നവരാണ്. വാ കർബാ വാ കർബാ വാ വഹ്ശതാ, എൻ്റെ ബിലാലേ അങ്ങയുടെ മരണം കൊണ്ട് വരാൻ പോകുന്ന ശൂന്യതയും വിഷമവും വേദനയും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഷാമിൽ കിടക്കുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഭാര്യ പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി വാ തുറബാ, എൻ്റെ ആനന്ദമേ, എൻ്റെ സന്തോഷമേ, ഗദൻ അൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസഹബ, നാളെയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാൻ പോകുന്നത്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വസഹബഹു അവിടുത്തെ അനുയായികളെയും നാളെയല്ലേ ഞാൻ മരിച്ചു ചെന്നാൽ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു സന്തോഷമേ, എൻ്റെ വിഷമമേ എന്ന് ഭാര്യ പറയുമ്പോൾ എൻ്റെ സന്തോഷമേ എന്ന് പറഞ്ഞിട്ട് മരിക്കുകയാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു. ജീവിതത്തിന് 100 മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിനൊക്കെയല്ലേ കൊടുക്കേണ്ടത്? അതല്ലേ വിജയം. ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, ഒരു ഹദീസ്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നിയ്യത്ത് ബിദായത്താണ്, തുടക്കമാണ്. ഖാത്തിമത്തതിൻ്റെ അവസാനമാണ്. ഒരു ജീവിതത്തിൻ്റെ ഒരു കർമ്മത്തിൻ്റെ അമലിൻ്റെ അവലും ആഖിറും നന്നാവണം. അവനിടക്ക് ഓട്ടോമാറ്റിക്കലി നന്നാവും. അതൊരു തഫാഉലാണ്. അവലും ആഖിറും നന്നാവുമ്പോൾ ഇടക്ക് എന്തായാലും നന്നാവണമല്ലോ. അതുകൊണ്ടാണ് കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നത് അതിൻ്റെ അവസാനം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ കഅബ് ഇബ്നു മാലിക്കുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾക്ക് വുദു എടുക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുത്തതല്ലേ മഹാനവറുകളോട് ചോദിച്ചത്? സല്ലി, കഅബേ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് തരാം. കഅബ് ഇബ്നു മാലിക്കുൽ അസ്ലമി റളിയല്ലാഹു അൻഹു തങ്ങൾ വെളിയിലിരിക്കാൻ വേണ്ടി പോകുമ്പോൾ തങ്ങൾക്ക് വൃത്തിയാവാനുള്ള വെള്ളം കൊണ്ടുപോയി വെക്കും. പക്ഷേ മഹാനവർ വുദുവിൻ്റെ വെള്ളം കൂടെ കൊണ്ടുപോയി കൊടുത്തു. ഒരൽപ്പം
ഏറെ ഖിദ്മത്ത് ചെയ്തപ്പോൾ തങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഖിദ്മത്തിന് നബി തങ്ങൾ കൊടുത്ത സമ്മാനമാണ് കഅബ് ഇബ്നു മാലിക്കുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് വേണ്ടത് ചോദിച്ചോളൂ. എന്താ മഹാൻ പറഞ്ഞത്? വല്ലാത്ത ബുദ്ധിയായിരുന്നു. അസ്അലുക മുറാഫഖതക ഫിൽ ജന്നഹ്, നബിയേ അങ്ങയുടെ കൂടെ സ്വർഗത്തിലിരിക്കാൻ എനിക്ക് ഭാഗ്യം വേണം. അങ്ങിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അരികത്തല്ലേ, പിന്നെ റബ്ബിൻ്റെ അരികത്ത് അങ്ങുണ്ടാവും, അങ്ങയുടെ കൂടെ ഞാനുണ്ടാവും, എനിക്ക് അള്ളാഹുവിൻ്റെയും അങ്ങയുടെയും സുഹബത്ത് കിട്ടുമല്ലോ. ആസിയ ബീവി ചോദിച്ചത് അത് തന്നെയാണ്. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നഹ്, സ്വർഗത്തിൽ വീട് വേണമെന്നല്ല ചോദിച്ചത്. പടച്ചോനെ നിൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ ദാത്തിനോട് യോജിക്കുന്ന വിധം നമ്മളതിനെ മനസ്സിലാക്കണം എന്നാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അപ്പോൾ ചോദിച്ചു നബി തങ്ങൾ, അവ ഗൈറ ദാലിക്, വേറെന്തെങ്കിലും വേണോ? അത് മാറ്റിയിട്ട് വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? നോക്കണേ, അന്ന് ജനങ്ങൾ ഹബീബായ നബി തങ്ങളോട് വസ്ത്രം വേണം, തുണി വേണം, അന്നം വേണം, ഒട്ടകം വേണം, ആട് വേണം എന്ന് ചോദിക്കുന്ന കാലമായിരുന്നു. അങ്ങനത്തെ കാലം, ദുന്യാവ് ചോദിക്കുന്ന കാലം. ചില ആളുകൾ അങ്ങനെ ചോദിച്ചത്. ഒരു നാട്ടുകാരൻ ചെന്ന് പുണ്യ നബി തങ്ങളെക്കുറിച്ച് നാട്ടുകാരോട് പറഞ്ഞു കൊടുത്തറിയില്ലേ, ഇദ്ഹബൂ ഇലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ ജനങ്ങളെ, ഫഇന്നഹു യുഅ്തി അതാഅ മൻ ലാ യഖ്ശൽ ഫഖർ, ദാരിദ്ര്യം പേടിക്കാത്ത കൊടുതിയാ നബി തങ്ങൾ കൊടുക്കുന്നത് എനിക്കൊരുപാട് കിട്ടി. രണ്ട് മലകൾക്കിടയിലുള്ള താഴ്വരയിലെ ഗനമ്, ഒട്ടക, ആട്ടിൻ പറ്റങ്ങളെ കാണിച്ചിട്ട് ഖുദ്ഹ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ആൾ മുസ്ലിം പോലും അല്ല. അപ്പോൾ മുപ്പര് നാട്ടുകാർ ചെന്ന് പറയാം, പൊന്നാര ചങ്ങായിമാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പോയിക്കോളി. മുഹമ്മദ് നബി കൊടുക്കുന്നത് യുഅ്തി അതാഅ മൻ ലാ യഖ്ശൽ ഫഖർ ഔ യഖ്ശൽ ഫാഖ, രണ്ട് വരികളിൽ കാണാം. ദാരിദ്ര്യം പേടിക്കാത്ത കൊടുതിയാ നബി തങ്ങൾ കൊടുക്കണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ അന്ന് അത് ചോദിക്കുന്ന കാലമാണ്. ആ സമയത്താണ് ഒരു കുപ്പായ തുണി പോലും ചോദിക്കാതെ കഅബ് ഇബ്നു മാലിക് എന്നവർ ചോദിക്കുന്നത്, നബിയേ മരണം കഴിഞ്ഞ് മഹ്ശറ കഴിഞ്ഞ് ഹിസാബ് കഴിഞ്ഞ് സ്വർഗലോകത്തേക്ക് എത്തണമെന്ന് കൊതിക്കുന്ന ഞാൻ നബിയെ അങ്ങയോട് ചോദിച്ചോണു തരാമെന്നൊരു വാഗ്ദാനം കേൾക്കുമ്പോൾ ഏറ്റവും നല്ല ചോദ്യമല്ലേ ചോദിക്കേണ്ടത്? എത്ര വലിയ ബുദ്ധികൂർമ്മതയാണിത്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്നഹ്, അതുമാത്രം മതി നബിയെ, എനിക്ക് വേറൊന്നും ചോദിക്കാനില്ല. അങ്ങയുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റണം, അതാണ് എൻ്റെ ആഗ്രഹം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സലുല്ലാഹൽ ഫിർദൗസൽ അലാ, അല്ലാഹുവിനോട് ഇസ്അലൂഹു അസ്അലുല്ലാഹ ശഅസന അലി, മൂസ നബി അലൈഹിസ്സലാം പറയുകയാണ്, അള്ളാഹുവിനോട് ഞാൻ എൻ്റെ ചെരുപ്പിൻ്റെ വാറ് ചോദിക്കാറുണ്ട്, ചെരുപ്പ് പൊട്ടിയാൽ പടച്ചവനെ ചെരുപ്പ് വേണം. അള്ളാഹുവിനോട് ഞാൻ ചോദിക്കും. പടച്ചവനോട് തന്നെയാണ് ഇളാമുൽ ഉമൂർ, വലിയ വലിയ കാര്യങ്ങളും ചോദിക്കുക. തങ്ങൾ പറയാം, അള്ളാഹുവിനോട് നിങ്ങൾ ചെരുപ്പിൻ്റെ വാറ് ചോദിച്ചോളൂ, കുഴപ്പമില്ല. അള്ളാഹുവിനോട് സ്വർഗവും ചോദിക്കണം. ഏത് സ്വർഗം? ജന്നത്തുൽ ഫിർദൗസ്. സലുല്ലാഹൽ ഫിർദൗസൽ അലാ ഫഇന്നഹു അഅലൽ ജന്നതി വവസതുഹു വഫൗഖഹു അർശുർ റഹ്മാൻ. അള്ളാഹുവിനോട് ചോദിക്കണമേ ജന്നത്തുൽ ഫിർദൗസ്. കാരണം ആ ജന്നത്തുൽ ഫിർദൗസാണ് സ്വർഗത്തിൻ്റെ മധ്യം, അതാണ് സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയർന്നത്. അതിൻ്റെ മീതെയാണ് കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അർശ് കിടക്കുന്നത്. ആ അർശിൻ്റെ താഴെയാണ് ജന്നത്തുൽ ഫിർദൗസ്. അത് കിട്ടണമെന്ന് റബ്ബിനോട് ചോദിക്കണം. നമ്മളോട് പോലും തങ്ങൾ പറയുന്നത് അള്ളാഹുവിൻ്റെ ഹളറത്തെന്ന ആ ഒരു ഖുർബ്, പടച്ചതമ്പുരാൻ്റെ അരികത്തെത്തുക എന്ന ആ ഒരു ചിന്ത കൽബിലേക്ക് ഇങ്ങനെ തരാൻ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളായാൽ ബലഹീനരാണ്. ഗിനാന ഫഖ്റുന ഇലല്ലാഹ്, നമ്മൾ അള്ളാഹുവിലേക്ക് ദാരിദ്ര്യപ്പെടുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. നമ്മുടെ സമ്പാദ്യം സത്യത്തിൽ ഫഖറാണ്, ദാരിദ്ര്യമാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് ദാരിദ്ര്യപ്പെടുന്നത്, പടച്ചോനെ ഞാൻ ഫഖീറാൻ, ഇന്നി ഫഖീറുൻ ഇലൈക്, ഞാൻ ഫഖീറാണ് റബ്ബേ എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ദില്ലച്ച്. ഇപ്പോൾ ദ്വാരക്കുമ്പോൾ നോക്കുക, ഒരു ആവശ്യമില്ലാത്ത ആൾക്കാർ ദ്വാരക്കൂലല്ലോ. ഇഷ്ടംപോലെ അള്ളാഹു സമ്പത്ത് നൽകി, ആരോഗ്യം നൽകി. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുക, സമ്പത്തിനേക്കാളും വലുത് ആരോഗ്യമായിരിക്കും. അവരും ദ്വാരക്കാരൊന്നും വല്ലായിരിക്കില്ല. പടച്ചോനെ കടം വീട്ടണേ എന്ന് ദ്വാരക്കുമ്പോൾ എനിക്ക് കടമൊന്നുമില്ലല്ലോ, ഞാൻ ഇപ്പം എന്തിനാ ആമീൻ പറയേണ്ടത്? പടച്ചോനെ അസുഖം മാറ്റിത്തരണേ പടച്ചോനെ, എനിക്കിപ്പോൾ ഒരു അസുഖമല്ലല്ലോ, ഞാൻ എന്തിനാ ഇപ്പം ഇതിന് ആമീൻ പറയേണ്ടത്?
പഠിച്ചവനെ വീടില്ലാത്തൊരു വീട് കൊടുക്കണം, എനിക്ക് വീടൊക്കെ ഉണ്ടല്ലോ, ഞാൻ എന്തിനാ ആമീൻ പറയേണ്ടത് എന്ന് ചിന്തിച്ച് എഴുന്നേറ്റ് പോകുന്നൊരവസ്ഥ ആലോചിച്ച് ഒന്നും ചോദിക്കാനില്ല. നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമ്പാദ്യവും ഏറ്റവും നല്ല നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്ന ഘിന, ഐശ്വര്യം, നമ്മൾ പടച്ചവൻ്റെ മുമ്പിൽ എനിക്കൊന്നുമില്ല റബ്ബേ നീ എനിക്ക് താ എന്ന റബ്ബ് തആലയോട് ചോദിക്കുന്ന ചോദ്യമാണ്. ആ ഒരു തദല്ലുലാണ് നമ്മുടെ ഘിന, അതാണ് നമ്മുടെ ഐശ്വര്യം. നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ ചെറുതാവുന്നതാണ് നമ്മൾ വലുതാവുന്നത്, മനുഷ്യന്മാരുടെ മുമ്പിൽ വലുതാവുന്നതല്ല. അള്ളാഹിൻ്റെ മുമ്പിൽ ചെറുതാവുന്നതാണ്, അതാണ് നമ്മുടെ വലുപ്പം. പടച്ചതമ്പനാനോട് നമ്മൾ ദാരിദ്ര്യപ്പെടുന്നതാണ് അള്ളാഹു നൽകുന്ന ഐശ്വര്യം. ഇത് തിരിച്ചറിയേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് ഇൽമും അറിവും ജ്ഞാനവും ആ ഒരു ഖുർബിലേക്ക് നമ്മെ എത്തിക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഖുതൈബത്ത് ബിൻ മുസ്ലിം അൽ ബാഹിലി റളിയല്ലാഹു അൻഹു ടെൻറ്റിനിടയിലൂടെ നടന്നുപോയി ഇങ്ങനെ നോക്കുമെന്നാണ്. ഒരു മനുഷ്യനെയാണ് മഹാൻ നോക്കുന്നത്. ആ മനുഷ്യൻ എന്തു ചെയ്യുന്നു എന്നറിയാൻ. ആ മനുഷ്യനെ കണ്ടിട്ടേ ഖുതൈബ തങ്ങൾ പോയിട്ട് കിടന്നുറങ്ങുള്ളൂ. താബിഈയായ മഹാൻ, താബിഈങ്ങളുടെ സാദാത്തുക്കളിൽപ്പെട്ട മുഹമ്മദ് ബിൻ വാസിഉൽ അസ്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി. മനസ്സിന് കാഠിന്യമോ ഇബാദത്തിന് താല്പര്യക്കുറവോ, നമ്മൾ വിചാരിക്കുന്ന താല്പര്യക്കുറവല്ലട്ടത്. 100ഉം 200ഉം റക്അത്തൊക്കെ നിസ്കരിക്കുമ്പോൾ 150 ചുരുങ്ങിയിട്ടുണ്ട്, അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇബാദത്തിൻ്റെ ഒരു ലദ്ദത്ത്, ആനന്ദം കുറയുകയോ ചെയ്താൽ യൂനുസ് ബിൻ ഉബൈദ് തങ്ങൾ, മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങൾ, ഇവരൊക്കെ പറയാം ഞങ്ങൾ മുഹമ്മദ് ബിൻ വാസിഅ തങ്ങളുടെ മുഖം കാണാൻ വേണ്ടി പോകും. എവിടെയെങ്കിലും ദൂരെ ഇങ്ങനെ നിന്നിട്ട് ആ മഹാൻ്റെ മുഖം കണ്ടാൽ ആഴ്ചകളോളം ഞങ്ങൾക്ക് ഇബാദത്തിന് ആവേശം ഉണ്ടാകുമായിരുന്നു. എന്തൊരു പോസിറ്റീവ് വൈബ്. അങ്ങനത്തെ മഹാനാണ് മുഹമ്മദ് ബിൻ വാസിഉൽ അസ്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഫാത്തിഹയുടെ ശമനതാളം നിറയുന്ന പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിന്റെ നായകൻ, മലയാളത്തിന്റെ മാനവികതയുടെ മഹനീയ സ്ഥാനം, നീറുന്ന നോവുകളുമായി നാട്ടുഗ്രാമങ്ങളിൽ നിന്നും നനഞ്ഞ കണ്ണുകളുമായി എത്തുന്ന മനുഷ്യരുടെ മുന്നിൽ നന്മയുടെ നിറനിലാവ് പോലെ സാന്ത്വനം പകരുന്ന വർത്തമാനകാലത്തിന്റെ നായകൻ, അമീറുൽ ഉമ്മ, സയ്യിദ് സാദ, സുൽത്താനുൽ ഖാദ, മിഷ്കാത്തുൽ ഉമ്മ, ബദറുൽ ഹിന്ദ്, അർറായിദുദ്ദീനിയ വസ്സിയാസിയ, കടലുണ്ടിപ്പുഴയിൽ മുത്തമിട്ട് പരന്നൊഴുകുന്ന ഇളം കാറ്റ് വാഴ്ത്തിപ്പാടുന്ന സൽഗുണ സമ്പന്നമായ കൊടപ്പനക്കൽ തറവാട്ടിലെ നായകൻ, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മദീന ഗാർഡനിലേക്ക് ഇതാ കടന്നു വരികയായി. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ അഭിമന്യനായ നായകൻ, ഈ ഉമ്മത്തിന്റെ നായകൻ, അമീറുൽ ഉമ്മ, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ പയ്യക്കി ഉസ്താദ് ഇസ്ലാമിക് അക്കാദമി 16ാം വാർഷിക സന്നദ്ധാന മഹാസമ്മേളനത്തിലേക്ക് ഇതാ കടന്നു വരികയായി. البدر علينا بثنيات الوداع وجب شكر علينا ما دعا لله طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم
പ്രിയപ്പെട്ടവരെ, ദൂരെ നിൽക്കുന്ന എല്ലാവരും വന്ന് സദസ്സിലിരിക്കണമെന്നറിയിക്കുന്നു. അതേപോലെ എല്ലാ അൻസാരികളും വന്ന് നിങ്ങൾക്ക് സജ്ജമാക്കിയ ഇരിപ്പിടത്തിൽ വന്നിരിക്കണമെന്ന് കൂടി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുടെ കൂടെ വന്നിട്ടുള്ള കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ ട്രഷറർ ബഹുമാനപ്പെട്ട മുനീർ ഹാജി, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ അൻസാരികളും നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കി ഇരിപ്പിടത്തിലേക്ക് എത്തണമെന്നറിയിക്കുന്നു. പ്രിയപ്പെട്ട വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ സദസ്സിൽ വന്നിരിക്കണമെന്ന് സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മൾ എല്ലാവരും ആശിച്ചുകൊണ്ടിരുന്ന സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട പാണക്കാടിലെ നാം എല്ലാവരും സ്നേഹിച്ചുകൊണ്ട് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കലെങ്കിലും നമുക്ക് വരണമെന്ന് പറഞ്ഞ് ആശിച്ച് കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട പയ്യക്കി ഉസ്താദ് ഒന്നാമൻ്റെ ഉറൂസിനൊക്കെ ക്ഷണിച്ചിട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, നമ്മുടെ സയ്യിദുൽ ഉലമയും അതേപോലെ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും ഈ പരിപാടിയിൽ ഒത്തുചേർന്നതിൽ വലിയ സന്തോഷിക്കുന്നു. ഈ നാട്ടിലെ ആളുകൾ, അതേപോലെ സാദാത്യങ്ങളെ അഭിമാനികളായ ആളുകളൊക്കെ അൽഹംദുലില്ലാ സയ്യിദ് അവറുകൾക്ക് ദീർഘായുസുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ. ഇപ്പോൾ സയ്യിദ് അവറുകളെ നിർത്തിയിട്ട് കൂടുതൽ പറയാനില്ല. ഏതായാലും ബഹുമാനപ്പെട്ട സിംസാറുൽ ഹക്ക് ഉദവിൻ്റെ പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉണർത്തുന്നത് നമ്മുടെ പള്ളി 2 നില ആയത്, അത് ഈ നാട്ടിലെ കുറച്ചാളുകളും അതേപോലെ ബഹ്റൈനിൽ നിന്നും സൗദിയിൽ നിന്നുമുള്ള ഒരുപാട് നമ്മളെ സ്ഥാപനത്തിന് സഹായിക്കുന്ന ആളുകൾ, അവരുടെ സഹായം കൊണ്ടാണ് ആ പള്ളി നമുക്ക് പുനർനിർമ്മാണം നടത്താൻ സാധിച്ചത്. പള്ളി ഒറ്റ ഒരാൾ എടുക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലും ചുറ്റുഭാഗത്ത് ഉണ്ടാവുമെന്ന് ചിന്തിച്ചിട്ട് ഞാനും ദാരിമി ഉസ്താദ് ഒരുപാട് ആളുകളെ കാണാൻ വേണ്ടി പോയപ്പോഴൊക്കെ പറഞ്ഞത്, എൻ്റെ കയ്യിലൊരു പള്ളി ഉണ്ടായിരുന്നു ഉസ്താദെ, പക്ഷേ ഞാനത് കൊടുത്തുപോയി എന്നാണ്. എവിടെ പോയാലും പള്ളി കൊടുത്തുപോയി. അപ്പോൾ ഞങ്ങൾ ഏതായാലും തീരുമാനിച്ചത് പറഞ്ഞാൽ, പടച്ചോന് എല്ലാവരെ സഹായം കൊണ്ടായിരിക്കും അതൊരു പുനർനിർമ്മാണം ഉണ്ടാക്കാൻ വേണ്ടി അള്ള കണക്കാക്കിയെന്ന് മനസ്സിലാക്കിയിട്ട് ഇറങ്ങിയിട്ട്, നേരത്തെ പറഞ്ഞല്ലോ സയ്യിദുൽ ഉലമ കുട്ടിയടിച്ചിട്ട് ഒരു 2-3 മാസം ഒന്നായി. അല്ല ഉസ്താദ്, 3 മാസമായ പള്ളിക്ക് 3 മാസം ആയ ആ പള്ളി നിങ്ങൾ കാണുന്നുണ്ടാവും. അൽഹംദുലില്ലാഹ്, എന്ത് സന്തോഷത്തിൻ്റെ ഒരു പള്ളി. പള്ളിക്ക് വേണ്ടി ഒരാൾ സഹായിച്ചാൽ അതിന് അള്ള എന്താണോ അതിന് കൂലി കണക്കാക്കിയത് അത് അല്ലാഹു തആല ഇതുവരെ സഹായിച്ച ആളുകൾക്ക് നൽകുമാറാകട്ടെ. ഇനി പറയാനുള്ളത്, അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ നടക്കാനുണ്ട്. ആകട്ടെ, ഉസ്താദിനെ അള്ളാഹു കബൂലിയത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ കുമ്പോല് സാദാത്യങ്ങളെ എപ്പോഴും സ്നേഹിച്ച് ഇപ്പോഴും വരുമ്പോൾ അവിടെയൊക്കെ പോയിട്ട് ആശീർവദിച്ചു കൊണ്ടുവന്ന ആളാണ്. ഇന്നലെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുക്കൽ വരുന്നുണ്ടെന്നൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉറപ്പായത്, തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഉറപ്പില്ല. കാരണം അബുദാബിന്ന് വരുമ്പോൾ ഫ്ലൈറ്റ് ചിലപ്പോൾ തെറ്റാലോ. ഏതായാലും അൽഹംദുലില്ലാ, ഉസ്താദ് ഒന്ന് പൂർത്തിയാക്കി എന്നിട്ട് തങ്ങ സംസാരിക്കും. ആരാരുമില്ല. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ നമ്മൾ അഭിസംബോധന ചെയ്യാനിരിക്കുകയാണ്. മസ്ജിദിൻ്റെ കാര്യവും നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഈ കെട്ടിടവും നമ്മുടെ സ്ഥാപനത്തിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളിലേക്കൊക്കെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ആവശ്യമാണ്. ഇത് അല്ലാഹു തആല പറയുന്നത്, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, ഞാൻ തന്നതിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ കഴിയണം എന്നാണ്. അള്ളാഹു തന്നതിൽ നിന്ന് കൊടുക്കുകയാണ് എന്ന് തോന്നുന്നത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് എൻ്റേത് എന്നൊരു തോന്നൽ വരും. മാലി, എൻ്റേത് എന്ന് അബ്ദ് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇത് പടച്ചവൻ തന്നതാണ്, അള്ളാഹു കൊടുക്കുക. അള്ളാഹു തന്നത് അള്ളാഹു കൊടുക്കുക എന്ന ഒരു ചിന്തയാണ് ഖുർആനുടനീളം. വമിമ്മാ റസഖ്നാഹും അല്ലെങ്കിൽ മിമ്മാ റസഖ്നാകും,
നിങ്ങൾക്ക് തന്നത് അല്ലെങ്കിൽ അവർക്ക് നാം കൊടുത്തതിൽ നിന്ന് അവർ കൊടുക്കുന്നു എന്ന് പറയുന്നത് റബ്ബ് തആലയുടെ വലിയൊരു തഫദ്ദുലാണ്. അല്ലാഹ് തന്നത് നമ്മൾ കൊടുക്കുമ്പോഴും എൻ്റെ അബദ് സ്വതക്ക ചെയ്തു എന്നാ പറയാം. ആ അമൽ അബദിലേക്കാണ് അള്ളാഹു ചേർത്തുന്നത്. എൻ്റെ അബദ് സ്വതക്ക ചെയ്തു. പക്ഷെ സംഗതി എൻ്റെ എല്ലാം തന്നത് അള്ളാഹു തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനം പയ്യക്കി ഉസ്താദിൻ്റെ മഹാന്മാരായ 2 മഹത്തുക്കളാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഉമ്പാഴ്ച ഇവിടെ ഉണ്ട്. ഉമ്പാഴ്ച 25,000 തന്നിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും പോരാ. അതിപ്പോൾ നമ്മുടെ MICക്ക് മലബാറിൻ്റെ വിഷയത്തിലൊക്കെ മാഷാ അല്ലാഹ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലേക്കും നമ്മളെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളിൽ നമ്മൾ വളരെ സ്നേഹിക്കുന്ന കുണിയ ഇബ്രാഹിം ഹാജി എന്ന് പറയുന്ന ഉമ്പാഴ്ച, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മുടെ ഈ മസ്ജിദിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്ന ആളുകൾ, ഇപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും കയ്യിലുള്ളത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു അങ്ങനെ നമ്മൾ പൈസ ഒന്നും കൊണ്ടടക്കണം എന്നൊന്നുമില്ല. പൈസ മുതലാളിമാരാണെങ്കിലും പിന്നീട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ ഇവിടെ നിന്ന് നിയ്യത്ത് ചെയ്യാം. അത് നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിലേക്കൊരു നൂറും പ്രകാശവുമായി ലഭിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്യും. ഈ പരിപാടി ലൈവിൽ കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കൊണ്ട് കഴിയുന്ന 50 ലക്ഷമാണ് നമ്മുടെ മുമ്പിലുള്ള ടാർഗറ്റ്. ഇൻഷാ അല്ലാഹ് അത് വൈകാതെ തന്നെ പൂർത്തിയാവണം. സാധിക്കുന്ന ആളുകൾ മസ്ജിദിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്താണോ ചെയ്യാൻ പറ്റുക, അതിൻ്റെ ഫ്ലോറിംഗ് ആണോ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയർ ആണോ, അതിൻ്റെ വുഡൻ വർക്കുകളാണോ, അതിൻ്റെ സിമൻ്റാണോ, എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഏറ്റെടുക്കുക. മുഴുവനായിട്ട് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയം ഇവിടെ ചെലവഴിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. തങ്ങളിപ്പോൾ പ്രോഗ്രാമുകൾ ഒരുപാട് കഴിഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകർ, വോളണ്ടിയർമാർ, മുച്ചാലിമീങ്ങൾ നിങ്ങൾക്കൊരു ചെറിയൊരു സ്പോൺസർഷിപ്പ് കാർഡ് എന്ന് പറയുന്നൊരു ചെറിയ സ്ലിപ്പ് തന്നിട്ടുണ്ട്. പയ്യക്കി ഉസ്താദ് ഇസ്ലാമിക് അക്കാഡമിക്ക് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്, നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും നിങ്ങളുടെ അഡ്രസ്സും കുറിച്ച് എത്രയാണോ സംഖ്യ നിയ്യത്ത് ചെയ്യുന്നത് അത് നിങ്ങൾ എഴുതി ഏൽപ്പിക്കണം. പരിപാടി കഴിയുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദുദ്ദേശങ്ങളെ പൂർത്തിയാക്കി തരട്ടെ. ആർക്കെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു സഹായം സ്വതക്ക കാര്യമായിട്ട് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ 10 ലക്ഷമോ അതിലേറെയോ, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു നല്ല സംഖ്യ ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. കൈവക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകന്മാരെ ബോധിപ്പിക്കുകയോ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഒരു ഇൽമിൻ്റെ മജ്ലിസിനെ സാക്ഷിയാക്കി ഒരു നല്ല കാര്യത്തിന് പ്രോത്സാഹനമെന്നോണം. അതുകൊണ്ട് ഒരു ഇജാബോ ഒരു റിയാओ ഒന്നും തോന്നരുത്. നമ്മൾ ചെയ്യുന്നത് അല്ലാഹു കൂലി തരാൻ വേണ്ടിയാണ്. പടച്ചതമ്പുരാൻ കബൂൽ ചെയ്യട്ടെ എന്നാദ്യമായിട്ട് ദുആയിരക്കുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ഇവിടെ ഗൾഫിലുള്ള റിയാദിലുള്ള കമ്മിറ്റിയുണ്ട്, പിന്നെ ദമാം കമ്മിറ്റിയുണ്ട്, മറ്റു സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകർ വലിയ വലിയ സംഭാവനകൾ ചെയ്തവരാണ്. അള്ളാഹു അത് സ്വീകരിക്കട്ടെ. ഇനിയും ഒരുപാട് നന്മകൾ ചെയ്യാൻ പടച്ചതമ്പുരാൻ അനുഗ്രഹം ചെയ്യട്ടെ. ഈ മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന അറിയുന്ന അറിവ് പകർന്നു കൊടുക്കുന്ന, അവരെ അമല് ചെയ്യുന്ന, അവരെ കൊണ്ട് അമല് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ആളുകളുടെയും അമലിൻ്റെ ഒരു കൂലി ഈ സ്വതക്ക ചെയ്യുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. പള്ളി ഉണ്ടാക്കാൻ പലപ്പോഴും ആളുകൾ പെട്ടെന്ന് മുന്നോട്ട് വരാറുണ്ട്. പക്ഷെ മദ്രസ ഉണ്ടാക്കാൻ എത്ര കാണാറില്ല. ഈ പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ് നമ്മുടെ സ്ഥാപനം. നിസ്കരിക്കാൻ എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് നമ്മുടെ മദ്രസയും സ്ഥാപനങ്ങളും. അപ്പോൾ ഓരോ മുസല്ലി ആ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഒരാൾ ആ പരിസരത്തുള്ള ആളായിരിക്കും, അല്ലേ? നമ്മൾ നിസ്കരിക്കാൻ ആരൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ അവരൊരു പക്ഷേ ഏതൊക്കെ ലോകത്ത് എവിടെയൊക്കെ പോയി നിസ്കരിക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ കൂലി ഒരു സ്ഥാപനത്തെ സഹായിച്ചാൽ കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പള്ളിയുടെ കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ വിഷയത്തിലേക്ക് സഹായിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം. തങ്ങളവറുകൾ വളരെ ക്ഷീണിതരാണ്, അറിയാലോ. തങ്ങൾക്ക് നടക്കാൻ പോലും പ്രയാസമുണ്ട്. ഈ നിരന്തരം യാത്രയും ഉറക്കൊഴിക്കൊക്കെ ആവുമ്പോൾ നമ്മൾ അവരെ പെട്ടെന്ന് റിലീസാക്കി അവർക്ക് വിശ്രമിക്കാൻ സമയം അനുവദിക്കലാണ് അവരോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ആദരവ്. അതാണ്, നേരം വൈകിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ തങ്ങളുടെ അനുഗ്രഹ സന്ദേശ പ്രഭാഷണം ഇവിടെ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ മസ്ജിദിനേക്ക് സഹായിക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാട്ടെ. എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി.
അതെ, സഹോദരിമാരുടെ ഭാഗത്ത് അവർക്ക് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ സ്ലിപ്പിലൂടെ നമ്മുടെ പ്രവർത്തകരെ ഏൽപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥന അവർക്ക് വേണ്ടി ഇവിടെ ഉണ്ടായിരിക്കും. ഇതൊരു ജാരിയായ സ്വതഖയാണ്. ഇനിയിപ്പോൾ അത് ചെയ്യാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ വിഷമിക്കേണ്ട. ഒരുപക്ഷെ സംഭാവന ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഇപ്പോൾ ഈ സദസ്സിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, ഒരുപക്ഷെ അങ്ങനെയാവാം, അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം. അത് അള്ളാഹു നൽകുന്നൊരു തൗഫീഖാണ്. നമ്മുടെ ഈ സ്ലിപ്പ് നിങ്ങൾ കൈപ്പറ്റുകയോ നമ്മുടെ ഈ ഓഫീസുമായി ബന്ധപ്പെടുകയോ ചെയ്തുകൊണ്ട് ഈ കാര്യത്തിൽ ഇൻഷാ അല്ലാഹ് തങ്ങൾ പറഞ്ഞില്ലേ പെട്ടെന്ന് ഇത് പൂർത്തിയാക്കണമെന്ന്, അതൊരു തഫാഉലാണ്. തീർച്ചയായും അത് പൂർത്തിയാകും. അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. ഇതിന് പ്രത്യേകം സഹായിച്ച ആളുകൾക്ക് വേണ്ടിയുള്ള ദുആ ഇവിടെ നടക്കും. ഈ വിഷയത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ, സഹായിച്ചു മരിച്ചുപോയവർ, ജീവിച്ചിരിക്കുന്നവർ എല്ലാവർക്കും റഹ്മാനായ റബ്ബ് അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുരുടെ സ്വതക്ക നാളെ ഖബറിലേക്കും മഹ്ശറയിലേക്കും നൂറായി സ്വർഗത്തിലേക്ക് എത്താനൊരു സബബായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. മാതാപിതാക്കളുടെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ മാതാപിതാക്കൾക്ക് 25 ചാക്ക് സിമൻറ്റ്, അബ്ദുറഹ്മാൻ അട്ടകുളി BA എന്നിവർ 25 ചാക്ക് സിമൻറ്റ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കണേ റബ്ബെ, പടച്ചവനെ കബൂലാക്കണേ പടച്ചവനെ, അർഹമർ റഹീമായ റബ്ബെ. ഹോട്ടൽ സുലൈമാൻ സാഹിബ് 10,000. അള്ളാഹുവിനെ സ്വീകരിക്കണേ റബ്ബെ, അള്ളാഹുവെ കബൂലാക്കണേ പടച്ചവനെ. അള്ളാഹുവെ അവരുടെ കുടുംബത്തിലും മക്കളിലും അവരുടെ ഏർപ്പാടുകളിലും ജോലിയിലും അള്ളാഹുവെ യാത്രയിലും എല്ലാ വിഷയത്തിലും നീ ഖൈറും ബറക്കത്തും സലാമത്തും നിൻ്റെ തിരുനോട്ടവും നൽകണേ റബ്ബെ. മക്കളെ സ്വാലിഹീങ്ങളായി കൺകുളിർമ നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. ഇബ്രാഹിം PP എന്നിവർ 10,000. അള്ളാഹു അക്ബർ. അള്ളാഹുവെ നീ സ്വീകരിക്കണേ റബ്ബെ, ഇവിടെ മുറാദുകളെ ഹാസുലാക്കണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചെറുതും വലുതുമായി നിങ്ങളുടെ സംഭാവനകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നും ഇവിടെ വായിക്കാൻ സമയം പരിമിതമാണ്. പിന്നെ സഹായിക്കണമെന്ന മനസ്സിൽ നിയ്യത്തുണ്ടാകുന്നത് പോലും വലിയ കൂലിയാണ്. കണ്ടല്ലോ, എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യായിരുന്നു എന്ന നിയ്യത്തിന് പോലും കൂലി ഉണ്ടാവും. അബ്ദുൽ ഗഫൂർ ബായാർ 50 ചാക്ക് സിമൻറ്റ്. അള്ളാഹു അക്ബർ. അള്ളാഹുവെ നീ സ്വീകരിക്കണേ പടച്ചവനെ, അള്ളാഹുവെ കബൂലാക്കണേ പടച്ചവനെ. ജാരിയായി സ്വതഖയായി നാളെ മരണശേഷവും ഖബറിലേക്ക് വരുന്ന അമലായി സ്വീകരിക്കണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രവാസികളായ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ വേദിയിലുണ്ടെങ്കിൽ അവരുടെ സഹായം നിങ്ങൾ പെട്ടെന്ന് അറിയിക്കണം ഇൻഷാ അല്ലാഹ്. ബഹ്റൈനിലും സൗദിയിലുമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഇതിലേക്ക് സഹായം മുമ്പ് ചെയ്തവരാണ്. എന്നാലും വീണ്ടും അതിനവസരങ്ങളുണ്ട്. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രവാസ ലോകം ഉസ്താദ് പറഞ്ഞ പോലെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. 50 സ്ക്വയർ ഫീറ്റ് ഉമറുഞ്ഞി എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് പൈവളികയിലെ 50 സ്ക്വയർ ഫീറ്റ്. ഹനീഫ് ഹാജി 50 സ്ക്വയർ ഫീറ്റ്. അള്ളാഹുവെ നീ സ്വീകരിക്കണേ പടച്ചവനെ, അള്ളാഹുവെ നീ കബൂലാക്കണേ പടച്ചവനെ, അള്ളാഹുവെ നീ ജാരിയായി സ്വതഖയായി സ്വീകരിക്കണേ റബ്ബെ. മുഹമ്മദ് ഉക്കുട എന്നിവർ 25 ചാക്ക് സിമൻറ്റ്. അള്ളാഹുവെ നീ സ്വീകരിക്കണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തിരഞ്ഞെടുത്തവർക്കാണ് അത് സാധിക്കുക എന്ന് ഞാൻ പറയാണ്. മൊയ്ദു സാഹിബ് പൈവളികെ 50,000 രൂപ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന. അള്ളാഹു നീ സ്വീകരിക്കണേ റബ്ബെ, കബൂൽ ചെയ്യണേ പടച്ചവനെ. ഇതൊരിക്കലും സമ്പത്തിൽ നഷ്ടമല്ല അള്ളാഹുവെ, നിൻ്റെ ബറക്കത്തും നമാവും അള്ളാഹു അവർക്ക് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ പടച്ചവനെ. എല്ലാവിധ ഫിത്നയിൽ നിന്നും ബലായിൽ നിന്നും നീ കാവൽ നൽകണേ പടച്ചവനെ. സ്വതക്ക ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാണ്. അള്ളാഹുവിൻ്റെ ഖലാഉകളിൽ ഷർറായ ഖലാഉകളെ തടുക്കാനും അള്ളാഹു നൽകുന്ന വലിയൊരു ഹിമായത്തിനും കാരണമാണ്. അള്ളാഹു എല്ലാ മുസീബത്തിനും കാവൽ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും വേണ്ടി ഇവിടെ പരിപാടിയുടെ അവസാനം ദുആയുണ്ട്. ഇവിടെ സ്ലിപ്പുകൾ മാഷാ അല്ലാഹ്. സമീർ എന്നിവർ സമീർ നോറ്റില 10 സ്ക്വയർ ഫീറ്റ്. ബാറക്കല്ലാഹ്. അള്ളാഹു സ്വീകരിക്കണേ റബ്ബെ. MH ഹനീഫ് 10,000 രൂപ. അള്ളാഹു കബൂലാക്കണേ റബ്ബെ. അബ്ദുൾ റസാഖ് 50,000. അള്ളാഹു സ്വീകരിക്കണേ പടച്ചവനെ. അബ്ദുൾ റസാഖ് മൊസോഡി ഉപ്പള 1000. അള്ളാഹുവിൻ്റെ സ്വതക്കൾക്ക് സ്വീകരിക്കട്ടെ. അപ്പോൾ ഈ സ്ലിപ്പുകൾ നിർബന്ധമായും നിങ്ങൾ ഏൽപ്പിക്കുക. പിന്നീടും നമ്മുടെ സ്ഥാപനം വന്ന് കണ്ടിട്ട് എന്തെങ്കിലും ഇവിടെ വേണോ എന്ന് അങ്ങോട്ട് ചോദിച്ച്, ഉസ്താദ് പറഞ്ഞില്ലേ, ഒരു സ്ഥാപനം നടത്തുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും കൊടുത്തു, ഇത് നടപ്പിലാക്കണം, ഇത് വർക്ക് ചെയ്യിപ്പിക്കണം, ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം, ഇതിൻ്റെ എക്സിക്യൂഷൻ ചെയ്യണം. അനുബന്ധമായ മറ്റൊരുപാട് ടെൻഷൻ ഒരു സ്ഥാപനം നടത്തുമ്പോൾ നമ്മുടെ ഉസ്താദുമാർക്കുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ ഇവിടുത്തെ വിദ്യാർത്ഥികളെ മുതഅല്ലിമീങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇൽമിൻ്റെ ആ ഒരു സേവനം തന്നെ വലിയൊരു ജോലിയാണ്. അപ്പോൾ അവർക്ക് അതിലേക്ക് വ്യാപൃതരാകാൻ സമയം അനുവദിക്കണം.
ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടവരാണ്. അതിൻ്റെ കൂലി നമുക്ക് ലഭിക്കും. നമുക്ക് പണ്ഡിതന്മാരാവാൻ പറ്റിയിട്ടില്ല, എന്നാൽ പഠിക്കുന്നൊരു കുട്ടിയെ സ്പോൺസർ ചെയ്യാണ്. ആ കുട്ടി പഠിച്ച് കിട്ടുന്ന എല്ലാ അറിവിൻ്റെയും ഇൽമിൻ്റെയും ബറക്കത്ത് നമുക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കാൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഉണ്ടോ? നമ്മുടെ അൻസാരി ബിരുദം വാങ്ങി പുറത്തു പോകുന്ന അൻസാരികൾക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരുടെ ബർക്കത്താക്കപ്പെട്ട കൈ കൊണ്ട് നിങ്ങൾക്കൊരു കേശ് അവാർഡുകൾ നൽകുന്നുണ്ട്. ഇവിടുത്തെ കമ്മിറ്റിൻ്റെ വകയായി അള്ളാഹു താല കബൂൽ ചെയ്യുമാറാകട്ടെ. പേര് വിളിക്കുന്ന ആളുകൾ വരിക. സയ്യിദ് ഷംസുദ്ദീൻ ബാസ്